السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, അതിൽ ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പഠിക്കുന്നത് പരലോകത്ത് നമുക്ക് ഉപകാരമുള്ള വിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദർസിൽ ഹിസാബുമായി ബന്ധപ്പെട്ട, വിചാരണയുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളെ മൗഖിഫിൽ വെച്ചുകൊണ്ട്, മഹ്ശറിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്നതാണ്. ആ വിചാരണ, അതിനു മുൻപാണ് ഷഫാഅത്ത് സംഭവിക്കുക. വിചാരണ കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാനിരിക്കുന്ന കാര്യം മീസാനാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അളന്നു നോക്കുന്നതിന്, അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അളക്കുന്നതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള തുലാസാണ്. തുലാസിന് അറബിയിലും തുലാസിന് മീസാൻ എന്നാണ് അറബിയിൽ പറയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നേ ദിവസം അൽ വസ്നു, പ്രവർത്തനങ്ങൾ അളന്നു തൂക്കുക എന്നത് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നതാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആ ദിവസം ആരുടെ തുലാസാണോ, നന്മയുടെ ഭാഗമാണോ കനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥ വിജയികൾ. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യസ്ലിമൂൻ. ആ ദിവസത്തിൽ ആരുടെ തുലാസാണോ കനം കുറയുന്നത്, അവരായിരിക്കും പരാജയപ്പെടുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു തള്ളിയതിൻ്റെ ഫലമായിരിക്കും അത്. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയുന്നു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. ആ ദിവസത്തിൽ നീതിയുടെ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. അന്നേ ദിവസം ഒരാളും അനീതി ചെയ്യപ്പെടുന്നതല്ല. ഫലാ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഒരു കടുകുമണിയുടെ ഭാരമുള്ള കാര്യമാണെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, അന്നേ ദിവസം നാം അത് പുറത്തു കൊണ്ടുവരുന്നതാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നു, ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. അന്ത്യനാളിൽ കുഫാറുകൾ വന്നെത്തിയാൽ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർക്ക് യാതൊരു ഭാരവും അല്ലെങ്കിൽ യാതൊരു വിലയും നാം കൽപ്പിക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർക്ക് ഏകാഭിപ്രായമുള്ള കാര്യമാണ് മീസാൻ യാഥാർത്ഥ്യമാണ് എന്നത്. പ്രവർത്തനങ്ങൾ, മനുഷ്യരുടെ അമലുകൾ തൂക്കി നോക്കുന്ന മീസാൻ അന്ത്യനാളിൽ സംഭവിക്കുന്നതാണ് എന്നതിൽ അഹ്ലുസുന്നത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അതിനെ നിഷേധിച്ച വിദഅത്തിൻ്റെ കക്ഷികളുണ്ട്. അവർ ചില ആളുകൾ തങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ, അമലുകൾ, മനുഷ്യർ ചെയ്ത സൽക്കർമ്മങ്ങൾ അതിന് ഭാരം നൽകുന്ന വസ്തുവാക്കാൻ സാധിക്കുക? എങ്ങനെയാണത് തൂക്കി നോക്കുക? എങ്ങനെയാണ് അതിൻ്റെ വലുപ്പം അളക്കുക? ഇതെല്ലാം ചെയ്തു പോയ പ്രവർത്തനങ്ങളാണ്, വസ്തുക്കളല്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നിരിക്കെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നാളെ തൂക്കി നോക്കുക എന്ന് ചിലർ മീസാനിനെ നിഷേധിച്ചിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നതാണ് അതിനുള്ള മറുപടി. മീസാൻ ഹദീസുകളിലും അസാറുകളിലും സ്ഥിരപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ആസാറുകൾ സ്ഥിരപ്പെട്ടതുപോലെ മീസാനിന് 2 തട്ടുകളുണ്ടായിരിക്കും. അതുപോലെ ചിലർ പറഞ്ഞതുപോലെ ലഹു കിഫത്താനി വലിസാൻ, മീസാനിന് 2 തട്ടുകളുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അളവ് വ്യക്തമാക്കുന്ന തുലാസിൻ്റെ നാവുണ്ടായിരിക്കും. നന്മയുടെ ഭാഗത്തേക്കാണ് ചെരിയുന്നത് എങ്കിൽ വലതുഭാഗത്തേക്ക് ചെരിയുന്ന, തിന്മയുടെ ഭാഗത്തേക്കാണെങ്കിൽ ഇടതുഭാഗത്തേക്ക് ചെരിയുന്ന ലിസാൻ, മീസാനിൻ്റെ നാവ് അതിനുണ്ടായിരിക്കുമെന്ന് അസാറുകളിൽ സ്ഥിരപ്പെട്ടതായി കാണാം. എത്ര മീസാനുകളാണ് അന്ത്യനാളിൽ ഉണ്ടായിരിക്കുക? ഒന്നാണോ അല്ല ഒന്നിലധികമാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു മീസാൻ 1 മാത്രമാണ്, ഒരൊറ്റ മീസാനാണ് ഉണ്ടായിരിക്കുക. വിശുദ്ധ ഖുർആനിൽ അൽ മവാസീൻ, തുലാസുകൾ എന്ന് പറഞ്ഞത് ധാരാളം മീസാനുകളുണ്ട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് മീസാൻ 1 വേറെ ചിലർ പറഞ്ഞു ഇല്ല, ഓരോ വ്യക്തിക്കും അതുപോലെ തന്നെ ഓരോ അളവുകൾക്കും അനുയോജ്യമായ തരത്തിൽ വ്യത്യസ്തമായ മീസാനുകളുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു 2നും സാധ്യതയുണ്ട്. ഖുർആനിലെ ആയത്തുകളിൽ ഹദീസുകളിൽ ഈ പറഞ്ഞ 2 അഭിപ്രായത്തിനും ബലം നൽകാവുന്ന സൂചനകളുണ്ട്. എന്താണ് അന്ത്യനാളിൽ അളക്കപ്പെടുക? എന്തൊക്കെയാണ് അന്ത്യനാളിൽ തുലാസിൽ വെക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഏതാണ്ട് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം, അമലുകൾ, പ്രവർത്തനങ്ങൾ അന്ത്യനാളിൽ തുലാസിൽ വെക്കുന്നതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം ഏതാണ്ടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതിലെ പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും അംഗീകരിച്ച കാര്യമാണ്. പ്രവർത്തനങ്ങൾ, അമലുകൾ അത് അന്ത്യനാളിൽ അളക്കപ്പെടുന്നതാണ്, തൂക്കി നോക്കപ്പെടുന്നതാണ്. അത് അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രസിദ്ധമായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈക്കും സലാം, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. 2 വാക്കുകൾ നാവിന് വളരെ ലളിതമാണ്, പറയാൻ വളരെ എളുപ്പമുള്ളതാണ്, അള്ളാഹുവിന് വളരെ പ്രിയങ്കരമായതാണ്. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ ധാരാളമായി കനം തൂങ്ങുന്നതാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹിൽ അസീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഈ 2 ദിക്റുകൾ. അപ്പോൾ ഈ ഹദീസ് എന്തിന് തെളിവാണ്? അമലുകൾ നാളെ തുലാസിൽ അളന്നു നോക്കപ്പെടുന്നതാണ് എന്നതിനുള്ള തെളിവാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിഹ്തബസ ഫറസൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ചാൽ, അതായത് അവന് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്തേക്ക് ഒരു കുതിരയെ ഒരുക്കി വെച്ചാൽ, അതല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിന് ഒരു കുതിരയെ ദാനം ചെയ്താൽ, ഈമാനൻ ബില്ലാഹി വ തസ്ദീഖൻ ബിവഅദിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ച പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും ഒരാൾ അങ്ങനെ ചെയ്താൽ, ഫഇന്ന ശിബഅഹു വറിയഹു വവർസഹു വറൗസഹു വബൗലഹു ഫി മീസാനിഹി യൗമൽ ഖിയാമ. ആ കുതിര അതിൻ്റെ വയറ് നിറക്കുമ്പോഴും, അത് അതിൻ്റെ വയറ് വെള്ളം കുടിച്ച് നിറച്ചാലും, അത് അതിൻ്റെ ഭക്ഷണം ദഹിച്ചതിന് ശേഷം പുറത്തു കളഞ്ഞാലും മൂത്രമൊഴിച്ചാലും, അതെല്ലാം ഖിയാമത്ത് നാളിൽ മീസാനിൽ അളക്കുന്നതിനായി അള്ളാഹു എടുക്കുന്നതാണ്. അതായത് അത് എന്തൊക്കെ ചെയ്താലും അതെല്ലാം അള്ളാഹുവിൻ്റെ അരികിൽ നാളെ അളക്കപ്പെടുന്നതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസുകളൊന്നാണ്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. അന്ത്യനാളിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തുലാസിൽ സൽ സ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യമുണ്ടാവുകയില്ല. നല്ല സ്വഭാവത്തെക്കാൾ അന്ത്യനാളിൽ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യമുണ്ടാവുകയില്ല. കാരണം ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവം എന്നത് ഒരാളുടെ സജീയത്താണ്, ഒരാളുടെ പ്രകൃതമാണ്. ഒരാളുടെ പ്രകൃതം എപ്പോഴും അയാളിലുണ്ടായിരിക്കും. അയാൾ ഒരാളോട് സംസാരിച്ചാൽ അതവന് പുണ്യമാണ്, അയാൾ സംസാരിക്കാതിരുന്നാലോ അതും പുണ്യമാണ്, ചിരിച്ചാൽ പുണ്യമാണ്, ദേഷ്യം പിടിച്ചാൽ അതും പുണ്യമാണ്. കാരണം എന്താ? അവൻ എപ്പോഴാണോ ദേഷ്യം പിടിക്കേണ്ട അപ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത്, എപ്പോഴാണോ സൗമ്യത കാണിക്കേണ്ട അപ്പോഴാണ് സൗമ്യത കാണിക്കുന്നത്. ഖുലുഖുൻ ഹസൻ എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ രൂപത്തിൽ പെരുമാറുക എന്നതാണ്. അതാണ് അന്ത്യനാളിൽ ഏറ്റവും
കനം തൂങ്ങുന്ന കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലയുബ്ഗിദുൽ ഫാഹിഷൽ ബദീ, വൃത്തികെട്ട നാവുള്ള അശ്ലീല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അവനോടാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു വെറുക്കുന്ന ആളുകളാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണും. ഈ ഹദീസ് ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞു, മീസാൻ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, തുലാസ് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് എന്നതിന് ഈ ഹദീസ് ചില പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഷൈഉൻ അസ്ഖലു ഫി മീസാനിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ മീസാനിൽ കനം തൂങ്ങുന്ന കാര്യം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചിലർ പറഞ്ഞു മുഅ്മിനിന് മാത്രമാണ് മീസാൻ ഉണ്ടായിരിക്കുക, വേറെ ചിലർ പറഞ്ഞു ഇല്ല, കുഫാറുകൾക്ക് മീസാൻ ഉണ്ടായിരിക്കും, പക്ഷേ അവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ സൽക്കർമ്മങ്ങളാവുകയേയില്ല. ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ വല ഇൻ അഷ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ശിർക്ക് ചെയ്താൽ അവരുടെ അമലുകളെല്ലാം നിഷ്ഫലമാകും, അത് അവിടെ ഉപകരിക്കുകയില്ല. അവൻ്റെ തിന്മയുടെ തുലാസ് മാത്രം കനം തൂങ്ങുകയും അവൻ്റെ നിരാശ കടുത്ത രൂപത്തിൽ, ശക്തമാകുന്ന രൂപത്തിൽ അവനെ ശിക്ഷയിലേക്ക് തള്ളിവിടുകയുമാണ് ഉണ്ടാവുക. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്നത്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന വാക്ക് തംലഉൽ മീസാൻ, മീസാനിനെ നിറക്കുന്നതാണ്. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈന അസ്സമാവാതി വൽ അർദ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്ന വാക്ക് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളതെല്ലാം നിറക്കുന്നതാണ്. സഹോദരങ്ങളെ, ദിക്റുകൾ മീസാനിൽ അങ്ങേയറ്റം ഫലം ചെയ്യുന്ന കാര്യമാണ്. എത്ര നിസ്സാരമായ പ്രവൃത്തിയാണ്, പക്ഷേ പരലോകത്ത് ഉപകരിക്കുന്ന കാര്യമാണ് നാവ് എപ്പോഴും ദിക്റ് കൊണ്ടാക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ലാ യസാലു ലിസാനുക റത്ബൻ അൻ ദിക്റില്ലാഹ്, ചില സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് അമലുകൾ ധാരാളമായതായി തോന്നിക്കുന്നു, കുറേ അമൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഉറച്ചു നിൽക്കാൻ എപ്പോഴും സ്ഥിരമായി ചെയ്യാൻ ഒരു അമൽ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ അൻ ദിക്റില്ലാഹ്, നിൻ്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ കൊണ്ടുള്ള ദിക്ർ കാരണത്താൽ നനഞ്ഞിരിക്കട്ടെ. ദിക്ർ സ്ഥിരമാക്കുക എന്നത് പരലോകത്ത് വലിയ ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അന്ത്യനാളിൽ മീസാനിൽ കനം തൂങ്ങുന്ന പ്രവർത്തനങ്ങളുടെ ഏടുകൾ കാണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് മനുഷ്യർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ദിക്ർ അതിൽ കുറവ് വരുത്തിയതിൽ മനുഷ്യർക്കുണ്ടാകുന്ന ഖേദത്തോളം മറ്റൊരു കാര്യത്തിൽ അവർ ഖേദിക്കുകയില്ല. ദിക്റിന് ഇത്ര പ്രതിഫലം ഉണ്ടായിരുന്നു എന്നത് അവർക്ക് ബോധ്യപ്പെടുക അന്ത്യനാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ സബഖൽ മുഫറിദൂൻ, അവിടുന്ന് പറഞ്ഞു മുഫറിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു. സഹാബികൾ ചോദിച്ചു, മനുൽ മുഫറിദൂൻ, ആരാണ് മുഫറിദീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്നതിൽ ഉൾപ്പെടണോ? വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, ഉറക്കത്തിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിൽ കയറുമ്പോൾ, ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ, ഇങ്ങനെയുള്ള ദിക്റുകൾ സ്ഥിരമാക്കുക. അതുപോലെ രാവിലെ വൈകുന്നേരമുള്ള ദിക്ർ സ്ഥിരമാക്കുക, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ സ്ഥിരമാക്കുക. ഇൻഷാ അല്ലാഹ് അദ്ദാക്കിറൂൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്നതിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടാവുന്നതാണ്. അതാണ് ദിക്ർ ധാരാളമാക്കുക എന്ന് പറഞ്ഞാൽ. 5 നേരത്തെ നിസ്കാരം, രാവിലെ ഉറക്കത്തിൽ എണീച്ചാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം, അതുപോലെ നിത്യജീവിതത്തിലുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്ന സമയം, ഈ സമയത്ത്. ഇനി ഇതിലൊരാൾ അധികരിപ്പിച്ചാലോ, കൂടുതൽ അധികരിപ്പിച്ചവനാണ്. ഒന്ന്, മീസാനിൽ അളന്നു നോക്കപ്പെടുന്ന ഒരു കാര്യം അമലുകളാണ്. രണ്ടാമത്തെ കാര്യം അമൽ ചെയ്ത വ്യക്തി തന്നെയാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച മനുഷ്യനെ തന്നെ മീസാനിൽ അളന്നു നോക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയഅതി അർറജുലുൽ അദീമു അസ്സമീനു യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ വലിയ തടിയുള്ള, വലിയ ശരീരമുള്ള ഒരാളെ കൊണ്ടുവരപ്പെടും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഅൂദത്തിൻ, അള്ളാഹുവിൻ്റെ അരികിൽ ഒരു ഈച്ചയുടെ ചിറകിനോളം പോലും അവന് ഭാരമുണ്ടായിരിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ആയത്ത് പാരായണം ചെയ്യുക. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ഖിയാമത്ത് നാളിൽ അവർക്ക് നാം യാതൊരു ഭാരവും കൽപ്പിക്കുന്നതല്ല, അവർക്ക് യാതൊരു കനവും ഉണ്ടായിരിക്കുകയില്ല എന്ന ആയത്ത്, സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൽപ്പിച്ചു. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറാഖിൻ്റെ കൊള്ളിയെടുക്കുന്നതിന് വേണ്ടി മരത്തിന് മുകളിൽ കയറി. വക്കാന ദഖീഖ അസ്സാഖൈൻ, അദ്ദേഹത്തിൻ്റെ കാല് വളരെ നേരിയതായിരുന്നു, വളരെ നേരിയ കാലായിരുന്നു. ഫജഅലത് റീഹു തക്ഫഉഹു, അങ്ങനെ കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തുണി നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് പുറത്തേക്ക് കണ്ടു. ഫദഹിക്കൽ ഖൗമു മിൻഹു, അപ്പോൾ അത് കണ്ട ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറിയ വളരെ നേരിയ കാലാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മ തദ്ഹഖൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അവർ പറഞ്ഞു, യാ നബി അല്ലാഹി മിൻ ദിഖ്ഖതി സാഖൈഹി, അദ്ദേഹത്തിൻ്റെ ഈ നേരിയ കാല് കണ്ട് ചിരിച്ചതാണ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലഹുമ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ആ രണ്ട് കാലുകൾ അന്ത്യനാളിൽ മീസാനിൽ ഉഹദിനേക്കാൾ കനമുള്ളതായിരിക്കും. നിങ്ങൾ ഉഹദ് മല കണ്ടവരാണ്. ഉഹദ് മലയുടെ വലുപ്പം എന്താണ്? സുബ്ഹാനല്ലാഹ്, അത്ര ഭാരം അതിനുണ്ടായിരിക്കുമെന്ന്. മനുഷ്യൻ്റെ ഭാരം അന്ത്യനാളിൽ അളക്കപ്പെടുന്നത് അവൻ്റെ മാംസം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ അമലുകൾ കൊണ്ടാണ്, പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. മൂന്നാമത്തേത്, അമലുകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അന്ത്യനാളിൽ തൂക്കി നോക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ ഒരു തട്ടിലും അവൻ്റെ തിന്മകൾ രേഖപ്പെടുത്തിയ ഏട് മറ്റൊരു തട്ടിലും. അത് തെളിയിക്കുന്ന ഹദീസുകൾ വന്നിട്ട് ഇമാം അഹ്മദ് ധരിച്ച ഹദീസുൽ ബിത്താഖ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസുണ്ട്. ഹദീസ് കുറച്ച് സുദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ഒരാളുടെ തിന്മകൾ ഒരു തട്ടിൽ വെക്കും, മറ്റൊരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവൻ്റെ കലിമത്തു തൗഹീദ് അത് വെക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അതിന് കനം തൂങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസാണത്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നോക്കൂ, അമലുകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തുലാസിൽ അളന്നു നോക്കപ്പെടുന്നതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അമൽ, ആമിൽ, സഹായിഫുൽ അമാൽ. അമലുകൾ പ്രവർത്തനങ്ങൾ, പ്രവൃത്തി ചെയ്ത വ്യക്തി, പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകൾ. ഈ 3ഉം മീസാനിൽ അളന്നു നോക്കപ്പെടുന്നത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്നതിൽ. വല്ലാഹു അലം, ഈ 3ഉം അളന്നു നോക്കപ്പെടുന്നതാണ്. ചിലർക്ക് അവരുടെ ഏടുകളായിരിക്കും, മറ്റു ചിലർക്ക് അവരുടെ ശരീരമായിരിക്കും, മറ്റു ചിലർക്ക് അവരുടെ പ്രവർത്തനങ്ങളായിരിക്കും. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ അവനത് അന്ത്യനാളിൽ നിർവഹിക്കുന്നതാണ്. ഈ പറഞ്ഞ മീസാനിൽ അമലുകൾ തൂക്കി നോക്കുക എന്നതിൽ ആരെങ്കിലും ഒഴിവാകുന്നതാണോ? മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ വന്നതുപോലെ 70,000 ആളുകൾ അവർക്ക് വിചാരണയോ ശിക്ഷയോ ഉണ്ടായിരിക്കുകയില്ല. ആ പറഞ്ഞ ആളുകൾ ഇതിൽ ഉൾപ്പെടും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഇല്ല, ഈ 70,000 ആളുകൾ അവരാണെങ്കിലും അവർക്ക് മീസാൻ ഉണ്ടായിരിക്കും. വിചാരണ അവർക്ക് ഉണ്ടാവില്ല, പക്ഷെ മീസാൻ ഉണ്ടായിരിക്കും. എന്തിനാ മീസാൻ? അവരുടെ അമലുകളുടെ വലുപ്പവും അതിൻ്റെ ശ്രേഷ്ഠതയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവർത്തനങ്ങൾ നാളെ അളന്നു നോക്കുന്നതാണ്. മീസാനിൽ അത് അളന്നു നോക്കപ്പെടുന്നതാണ് എന്ന് ചിലർ വിശദീകരിച്ചതായി കാണാം. മീസാൻ അത് കഴിഞ്ഞാൽ മനുഷ്യർ വിജയികളാരാണ്, പരാജിതരാരാണ് എന്നത് വ്യക്തമായി. ഒരു വിഭാഗം രക്ഷപ്പെട്ട ആളുകളാണ്. വമൻ സഖുലത് മവാസീനുഹു ഫമൻ സഖുലത് മവാസീനുഹു അസ്സലാമു അലൈക്കും, ആരുടെയെങ്കിലും മീസാനുകൾ കനം തൂങ്ങിയാൽ അവർ വിജയിച്ച ആളുകളാണ്. ആരുടെയെങ്കിലും മീസാൻ അത് കനം കുറഞ്ഞു പോയാൽ അവർ അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടാനിരിക്കുന്നവരാണ്. ഇത് വ്യക്തമായി കഴിഞ്ഞാൽ, ആരാണ് വിജയികൾ ആരാണ് പരാജിതർ എന്നത് വ്യക്തമായി കഴിഞ്ഞാൽ, പിന്നീട് ഓരോരുത്തരുടെയും യാത്ര ആരംഭിക്കുകയാണ് അവരുടെ അവസാന ഭവനത്തിലേക്ക്. സ്വർഗത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്ക് യാത്ര പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ സങ്കേതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ സമയം മുതലാണ് ഈ വേർതിരിവ് ആരംഭിക്കുന്നത്. അതിൽ ആദ്യമായി വിധി കൽപ്പിക്കപ്പെടുന്ന വിഭാഗം മുശ്രിക്കീങ്ങളും കുഫാറുകളുമാണ്. അവർ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഫലമായി നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ
അദ്ദന മുഅദ്ദിനുൻ, ഖിയാമത്ത് നാളെത്തിയാൽ ഒരാൾ വിളിച്ചു പറയും, ലിയത്ബഅ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദ്, ഓരോ ജനവിഭാഗങ്ങളും അവരെന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ പിന്തുടരട്ടെ. ഫലാ യബ്ഖ അഹദുൻ കാന യഅബുദു ഗൈറ അല്ലാഹി സുബ്ഹാനഹു മിനൽ അസ്നാമി വൽ അൻസാബി ഇല്ലാ യതസാഖതൂന ഫിന്നാർ. വിഗ്രഹങ്ങളെയും കല്ലുകളെയും മറ്റുമൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾ അവരെല്ലാം നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നതാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടിരുന്ന ഒരാളും ബാക്കിയാവുകയില്ല. അള്ളാഹുവിന് പുറമെ ഉള്ളവർ ആരാധിച്ചിരുന്ന ഒരാളും ബാക്കിയാവുകയില്ല. ഹത്താ ഇദാ ലം യബ്ഖ മൻ കാന യഅ്ബുദുല്ലാഹ മിൻ ബർറിൻ വഫാജിറിൻ വഗുബ്ബരി അഹ്ലിൽ കിതാബ് ഫയുദ്അൽ യഹൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെ അവസാനം പിന്നെ ബാക്കിയാവുന്നത് മുഅ്മിനീങ്ങളിൽപ്പെട്ട സൽക്കർമ്മികൾ, അതുപോലെ തന്നെ അവരിൽപ്പെട്ട തിന്മ ചെയ്തിരുന്ന ആളുകൾ, അതുപോലെ തന്നെ മുനാഫിഖുകൾ, മുഅ്മിനീങ്ങളോടൊപ്പം പുറമേക്ക് മുഅ്മിനാണെന്ന് നടിച്ചിരുന്ന ആളുകൾ, അതുപോലെ തന്നെ വഗുബ്ബരി അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട കുറച്ചു പേരും ബാക്കിയാകും. ഫയുദ്അൽ യഹൂദ്, അങ്ങനെ യഹൂദരെ വിളിക്കുകയും ഫയുഖാലു ലഹും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചിരുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർ പറയും, കുന്നാ നഅബുദു ഉസൈറൻ ഇബ്ന അല്ലാഹ്, അവർ പറയും ഞങ്ങൾ ആരാധിച്ചിരുന്നത് ഉസൈറിനെയാണ്, അള്ളാഹുവിൻ്റെ പുത്രനായ, നഊദു ബില്ലാഹ്, അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന് അവർ വാദിച്ചിരുന്ന ഉസൈറിനെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. ഫയുഖാലു, അപ്പോൾ അവരോട് പറയപ്പെടും, കദബ്തും, നിങ്ങൾ പറഞ്ഞത് കളവാണ്. ഇത്തഖദ അല്ലാഹു മിൻ സാഹിബത്തിൻ വലാ വലദ്, അള്ളാഹു ഒരു ഇണയെയോ ഒരു സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. ഫമാദാ തബ്ഗൂൻ, ഇപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ പറയും, അതിഷ്ന യാ റബ്ബന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് ദാഹിച്ചിരിക്കുന്നു. ഫസ്ഖിന, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വെള്ളം നൽകണം. ഫയുഷാറു ഇലൈഹിം അലാ തരിദൂൻ, അപ്പോൾ അവരോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, അലാ തരിദൂൻ, നിങ്ങൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ലേ? ഫയുഹ്ശറൂന ഇലൻ നാരി കഅന്നഹാ സറാബുൻ യഹ്തിമു ബഅദുഹാ ബഅദ. അങ്ങനെ അവർ നോക്കുമ്പോൾ ചില ഹദീസിൻ്റെ റിവായത്തുകൾ ചിലതിൽ കാണാം, അവർ ആരാധിച്ചിരുന്നത് ഉസൈറിനെയായിരുന്നു. ഉസൈറിനെ അവർ ആരാധിക്കുമ്പോൾ ആ ആരാധന സ്വീകരിച്ചിരുന്ന ശൈത്താൻ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അങ്ങനെ അവർ ആ ശൈത്താനെ പിൻപറ്റുകയും അവൻ്റെ പിറകിൽ പോവുകയും ചെയ്യും. ദൂരേക്ക് നോക്കുമ്പോൾ അവർ നരകം കാണും. പക്ഷേ ആ നരകം എങ്ങനെയായിരിക്കും? കഅന്നഹ സറാബ്, മരുഭൂമിയിലെ മരീചിക പോലെയായിരിക്കും അത് കാണപ്പെടുക. ദൂരേക്ക് നോക്കിയാൽ വെള്ളമുള്ളതായി കാണും, വളരെ ദാഹമുണ്ട്. ഒരു ദൂരേക്ക് നോക്കിയാൽ ഒരു മരീചിക പോലെ അവർ വെള്ളം കാണും. നിങ്ങൾ ദൂരമുള്ള യാത്രകൾ റോട്ടിൽ നോക്കിയാൽ കണ്ടിട്ടില്ലേ, ചൂടുള്ള സമയത്ത് ദൂരെ നോക്കിയാൽ വെള്ളമുള്ളതുപോലെ തോന്നും. അതിനാണ് മരീചിക എന്ന് പറയുന്നത്. കഅന്നഹ സറാബുൻ യഹ്തിമു ബഅദുഹാ ബഅദൻ, നരകമാകട്ടെ യഹ്തിമു ബഅദുഹാ ബഅദൻ, അത് നരകത്തിൻ്റെ ചില ഭാഗങ്ങൾ അതിൻ്റെ മറ്റു ചിലതിനെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നരകം അതിനെ തന്നെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഫയതസാഖതൂന ഫിന്നാർ, അങ്ങനെ അവർ ഈ വെള്ളമാണെന്ന് വിചാരിക്കുന്ന നരകത്തിലേക്ക് അവർ പോവുകയും അതിലേക്ക് വീഴുകയും ചെയ്യും. സുമ്മയുദ്അ നസാറ, പിന്നെ നസ്രാനികൾ അവർ വിളിക്കപ്പെടും. അവരോട് ചോദിക്കും, മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ എന്തിനാണ് ആരാധിച്ചിരുന്നത്? അവർ പറയും, കുന്ന നഅബുദുൽ മസീഹ ഇബ്ന അല്ലാഹ്, ഞങ്ങൾ ഈസയാണ് ആരാധിച്ചിരുന്നത്. അവരോട് പറയപ്പെടും, കദബ്തും മത്തഖദല്ലാഹു മിൻ സാഹിബത്തിൻ വലാ വലദ്, അള്ളാഹു സന്താനത്തെയോ ഇണയോ സ്വീകരിച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് കളവാണ്. യഹൂദർക്ക് സംഭവിച്ചത് തന്നെ അവർക്ക് സംഭവിക്കും. ഈസയെ പോലെ തോന്നിക്കുന്ന അവരുടെ ആരാധന സ്വീകരിച്ചിരുന്ന ശൈത്താൻ അവരെ നരകത്തിലേക്ക് നയിക്കുകയും അവർ നരകത്തിലേക്ക് വീണ് പോവുകയും ചെയ്യും. ഹത്താ ഇദാ ലം യബ്ഖ ഇല്ലാ മൻ കാന യഅബുദുല്ലാഹ തആല, പിന്നെ അവസാനം ബാക്കിയാകുക അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നവരാണ്. അവരിൽ ആരെല്ലാമുണ്ട്? മിൻ ബർറിൻ വഫാജിർ, അവരുടെ കൂട്ടത്തിൽ നന്മ ചെയ്തിരുന്ന ആളുകളുണ്ട്, തിന്മ പ്രവർത്തിച്ചിരുന്ന ആളുകളുമുണ്ട്. അതുപോലെ മുനാഫിഖുകളും ഉണ്ടായിരിക്കും. അതാഹും റബ്ബുൽ ആലമീൻ സുബ്ഹാനഹു വതആല ഫീ അദ്നാ സൂറത്തിൻ മിനല്ലതി റഅൗഹു ഫീഹാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ബാക്കിയുള്ള ആളുകൾ അവരുടെ അടുത്തേക്ക് വരും. ഇതാണ് ഖുർആനിൽ പലയിടത്തും വന്നത്.
وهل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر. അള്ളാഹു സുബ്ഹാനഹു വതആല വന്നെത്തുന്നതാണോ അവർ കാത്തിരിക്കുന്നത്? വജാഅ റബ്ബുക വൽമലകു സഫൻ സഫ, നിൻ്റെ റബ്ബ് വന്നെത്തുന്നതാണ്, മലക്കുകൾ അണിയണിയായി അവർ വന്നെത്തുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾ അവരുടെ മുന്നിൽ വരും. എങ്ങനെയാണ് അവൻ വരിക? ഫി അദ്ന സൂറത്തിൻ മിനല്ലതി റഔഹു ഫീഹാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുക്കൽ വരുന്നത് അവർ മുൻപ് അള്ളാഹുവിനെ കണ്ടതിനോട് ഏറ്റവും അടുത്ത രൂപത്തിലായിരിക്കും. ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം എന്താണെന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു അലം തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ വന്നത്, മഹ്ശറിൽ സർവ്വ സൃഷ്ടികളെയും വിചാരണ ചെയ്യുന്ന വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മുൻപിലുണ്ട്. മഹ്ശറിൽ വിചാരണയുടെ വേളയിൽ ആ രൂപത്തിനോട് ഏറ്റവും അടുത്ത രൂപത്തിലായിരിക്കും അള്ളാഹു അവരുടെ അടുത്ത് വരിക. ആ രൂപത്തോട് അടുത്ത രൂപത്തിൽ, അതായത് പൂർണ്ണമായി അവർ അള്ളാഹുവിനെ ആ സമയത്ത് കാണുകയില്ല. പല പല ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരും ഷുറാഹുകളും പറഞ്ഞതുപോലെ ഈ സമയത്തുള്ള കാഴ്ച സ്വർഗത്തിലുള്ള കാഴ്ച പോലെയല്ല. സ്വർഗത്തിലുള്ള കാഴ്ച ആസ്വാദനത്തിൻ്റേതാണ്. ഈ സമയത്തുള്ള കാഴ്ച പരീക്ഷണത്തിൻ്റേതാണ്, ഇംതിഹാനിൻ്റേതാണ്. ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ മുൻപ് അള്ളാഹുവിനെ കണ്ടതിനോട് ഏറ്റവും അടുത്ത രൂപത്തിൽ വന്നെത്തുന്നതാണ്. അള്ളാഹു അവരോട് ചോദിക്കും, ഫമാ തൻതദിറൂൻ, നിങ്ങളെന്താണ് കാത്തു നിൽക്കുന്നത്? തത്ബഉ കുല്ലു ഉമ്മത്തി മാ കാനത് തഅബുദ്, എല്ലാ ജനങ്ങളും അവർ ആരാധിച്ചിരുന്നതിനെ പിന്തുടർന്നു കഴിഞ്ഞു, നിങ്ങളാരെയാണ് കാത്തിരിക്കുന്നത്? അവർ പറയും, യാ റബ്ബന, അല്ലാഹുവേ, ഫാറഖ്ന الناس في الدنيا അഫ്ഖറ മാ കുന്ന ഇലൈഹിം വലം നുസാഹിബുഹും. അല്ലാഹുവേ, ദുനിയാവിലായിരിക്കെ പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കെ, അങ്ങേയറ്റത്തെ പ്രയാസങ്ങളുണ്ടായിട്ട് പോലും, ആവശ്യങ്ങളുണ്ടായിട്ട് പോലും ആ കാണുന്ന ആളുകൾ അവരോടൊപ്പം ഞങ്ങൾ കൂടിയിട്ടില്ല. എന്നാൽ അവർ ആരാധിച്ചിരുന്നത് ഞങ്ങൾ ആരാധിച്ചിട്ടില്ല. അല്ലാഹുവേ, അവർ എന്തിനെയാണോ ഒരു വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു, സേറിനെ, ഈസയെ, പലതിനെ ആരാധിച്ചിരുന്ന ആളുകളുണ്ട്. അള്ളാഹു ദുനിയാവിൽ അങ്ങേയറ്റത്തെ ആവശ്യമുണ്ടായപ്പോൾ പോലും ഞങ്ങൾ അവരൊപ്പം ഉണ്ടായിട്ടില്ല. ഹദീസ് വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, തൗഹീദിനു വേണ്ടി അവർ കുടുംബത്തെ അകറ്റിയിട്ടുണ്ട്, സുഹൃത്തുക്കളെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്, പലതിനെയും ത്യജിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങേയറ്റത്തെ ആവശ്യമുള്ള കാലങ്ങളിൽ അള്ളാഹുവെ ഞങ്ങൾ അവരെ പിന്തുടർന്നിട്ടില്ല. വലം നുസാഹിബുഹും, ചില ഹദീസുകൾ കാണാം, ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഞങ്ങളുടെ റബ്ബിനോട് ആവശ്യമുള്ള സമയത്താണ്. അപ്പോൾ അള്ളാഹു അവരോട് പറയും, അന റബ്ബുക്കും, ഞാനാകുന്നു നിങ്ങളുടെ റബ്ബ്. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, നഊദു ബില്ലാഹി മിൻക ലാ നുശ്രികു ബില്ലാഹി ഷൈഅ. അവർക്ക് അള്ളാഹുവിനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ മുൻപ് കണ്ട രൂപത്തിനോട് അടുത്ത രൂപത്തിലാണുള്ളത്. അവർ പറയും, നഊദു ബില്ലാഹി മിൻക, അള്ളാഹുവിനെ കൊണ്ട് നിന്നിൽ നിന്ന് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു. ലാ നുശ്രികു ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. നോക്കൂ സഹോദര, ഏറ്റവും പരീക്ഷണത്തിൻ്റെ കഠിനമായൊരു ഘട്ടത്തിൽ അവർ എടുത്തു പറഞ്ഞ വാക്ക് ശിർക്കില്ല എന്നുള്ളതാണ്, തൗഹീദ് ഉണ്ട് എന്നുള്ളതാണ്. ലാ നുശ്രികു ബില്ലാഹി ഷൈഅൻ, അതൊരു ആവർത്തിക്കുന്നതാണ്. ഹദീസിൽ കാണാൻ 3 തവണ അവർ പറയുന്നതാണ്, ലാ നുശ്രികു ബില്ലാഹി ഷൈഅൻ. അത് സഹോദരങ്ങളെ, ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുക. പരലോകത്ത് തൗഹീദിനോളം വലിയ സഹായം മറ്റൊന്നില്ല. തൗഹീദിനോളം പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തും. അള്ളാഹു അല്ലാത്ത ഒരാളിൽ ഭരമേൽപ്പിക്കരുത്, അള്ളാഹു അല്ലാത്ത ഒരാൾ ദുആ ചെയ്യരുത്, അള്ളാഹു അല്ലാത്ത ഒരാൾ സഹായം ചോദിക്കരുത്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ബലിയർപ്പിക്കരുത്, അള്ളാഹു അല്ലാത്തൊരു പ്രതീക്ഷ വെക്കരുത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക, അള്ളാഹു സുബ്ഹാനഹു ഭരമേൽപ്പിക്കുക. നമ്മൾ ദുആയിൽ പറയുന്നത് പോലെ, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ. അള്ളാഹു, നിന്നെ കൊണ്ടാണ് നേരം പുലർന്നത്, നിന്നെ കൊണ്ടാണ് വൈകുന്നേരത്തിലേക്ക് എത്തിയത്. അള്ളാഹു, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹദീസിൽ വന്നതുപോലെ, അല്ലാഹുമ്മ ബിക അസ്ലംന വബിക ആമന്ന. ഉറങ്ങുന്ന സമയത്തുള്ള ദുആ ഏതാ? ഉറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥന അല്ല, മറ്റേ പ്രാർത്ഥന അല്ല, ഉറങ്ങുന്ന സമയത്തുള്ള ദുആ. اللهم إني أسلمت نفسي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك
ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദി അൻസൽതു ബിനബിയിക അല്ലദി അർസൽതു. നമുക്ക് ആ ദുആ നോക്കൂ നിങ്ങൾ, ആ ദുആ നിങ്ങൾ നോക്കൂ. എത്ര അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്, അല്ലാഹു എൻ്റെ നഫ്സിനെ ഞാൻ നിനക്കിതാ സമർപ്പിച്ചിരിക്കുന്നു. വൽജഅതു ളഹ്രി ഇലൈക്, എൻ്റെ പുറം മുതുക് അല്ലാഹു നിന്നിലേക്ക് ഇതാ ഞാൻ ചേർത്ത് വച്ചിരിക്കുന്നു. വൽജഅതു ളഹ്രി ഇലൈക് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക്, നിന്നെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട്. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവേ ഒരു അഭയസ്ഥാനം നിന്നിലല്ലാതെയില്ല. ഓടി രക്ഷപ്പെടാൻ, നിന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിൻ്റെ അടുത്തേക്കല്ലാതെ മറ്റൊരു സ്ഥലമില്ല. എന്താണ് ആ വാക്ക് നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാകട്ടെ നിൻ്റെ ബന്ധം, അത് അന്ത്യനാളിൽ നിന്നെ സഹായിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പോൾ അല്ലാഹു അവരോട് ചോദിക്കും, ഹൽ ബൈനക്കും വബൈനഹു ആയത്തുൻ ഫതഅരിഫൂനഹു ബിഹ, നിങ്ങൾക്കും അല്ലാഹുവിനുമിടയിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാൻ കഴിയുന്ന വല്ല അടയാളവുമുണ്ടോ? അവർ പറയും നഅം, അതെ ഒരു അടയാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫയുക്ഷഫു അൻ സാഖ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണങ്കാൽ സൃഷ്ടികൾക്ക് മുൻപിൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇതാണ് സൂറത്തു അൽ ഖലമിൽ അല്ലാഹു പറഞ്ഞത്, യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും സില്ല ഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. അല്ലാഹുവിൻ്റെ കണങ്കാൽ വെളിപ്പെടുന്ന ദിവസം, വയുദ്ഔന ഇല സുജൂദ്, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കുന്നതാണ്. ഫലാ യസ്തതിഊൻ, എന്നാൽ ദുനിയാവ് നിസ്കരിക്കാത്ത ആളുകൾ, നിസ്കാരം ഒഴിവാക്കിയിരുന്ന ആളുകൾ, ഫലാ യസ്തതിഊൻ, അവർക്കത് സാധിക്കുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ താഴ്ന്ന നിലയിലായിരിക്കും. തർഹഖുഹും ദില്ല, അവരെ മുഴുവൻ അപമാനം പൊതിഞ്ഞിരിക്കും. വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദ് ഫലാ യസ്തതി വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ, അവർ നിർഭയരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സുജൂദിലേക്ക് ക്ഷണിച്ചിരുന്നു, എന്നൊരു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഫയുക്ഷഫു അൻ സാഖ്, കണങ്കാൽ വെളിപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ കണങ്കാൽ അള്ളാഹുവിനെ മുഴുവനായിട്ട് കാണില്ല, അവൻ്റെ കണങ്കാൽ മാത്രം. സുബ്ഹാന, ആകാശഭൂമികളെ പടച്ച റബ്ബ്, അല്ലാഹു അക്ബർ മിൻ കുല്ലി ഷൈ, എല്ലാത്തിനേക്കാളും വലിയവനായ റബ്ബ്, അവൻ്റെ കണങ്കാൽ വെളിപ്പെടുന്നതാണ്. ഫലാ യബ്ഖാ മൻ കാന യസ്ജുദു ലില്ലാഹി മിൻ തിൽഖാഇ നഫ്സിഹി ഇല്ലാ അദിന അല്ലാഹു ലഹു ബിസ്സുജൂദ്. അപ്പോൾ നോക്കൂ, ഫലാ യബ്ഖാ മൻ കാന യസ്ജുദു ലില്ലാഹ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാറുണ്ടായിരുന്ന, എങ്ങനെ സുജൂദ് ചെയ്യാറുണ്ടായിരുന്ന ആൾ, മിൻ തിൽഖാഇ നഫ്സിഹി, സ്വന്തം ഇഷ്ടപ്രകാരം സുജൂദ് ചെയ്തിരുന്ന ആളുകൾ. അവൻ പോകുന്നു ഞാൻ പോയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, പള്ളിയിൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ആരെയും ചോദിക്കൂലേ, ഇങ്ങനെയല്ല. മിൻ തിൽഖാഇ നഫ്സിഹി, സുജൂദിലേക്ക് അവൻ ആഗ്രഹമുണ്ട്, അവൻ സ്വയം പോയതാണ്. ഒരാൾ വിളിച്ചിട്ടില്ലെങ്കിൽ, ആരും അവനെ ചോദിച്ചിട്ടില്ലെങ്കിൽ അവനോട് എത്തിയിരുന്നു നിസ്കാരത്തിൽ. അങ്ങനെ പോയ ആളുകൾ, ഇല്ല അദിന അല്ലാഹു ലഹു ബിസ്സുജൂദ്, അല്ലാഹു അവന് സുജൂദിന് അനുമതി നൽകുന്നതാണ്, അവൻ സുജൂദ് ചെയ്യും. വലാ യബ്ഖാ മൻ കാന യസ്ജുദു ഇത്തിഖാഅൻ വറിയാഅൻ ഇല്ലാ ജഅല അല്ലാഹു ളഹ്റഹു തബഖതൻ വാഹിദ, എന്നാൽ ആളെ കാണിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിലെത്തിയിട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുമെന്നത് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് സുജൂദ് ചെയ്ത ആളുകൾ, അവരുടെ പുറം, അവരുടെ മുതുകിൻ്റെ എല്ല്, അത് അള്ളാഹു ഒരൊറ്റ എല്ലാക്കുന്നതാണ്. നമുക്കറിയാം, പുറത്ത് ഉള്ള എല്ലുകൾ പലതാണ്, മനുഷ്യന് കുനിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അത് അള്ളാഹു ഒരൊറ്റ എല്ലാക്കുന്നതാണ്. കുല്ലമ അറാദ അൻ യസ്ജുദ് ഖറ അലാ ഖഫാഹ്, അവൻ സുജൂദ് ചെയ്യാൻ തുനിയുമ്പോഴെല്ലാം പുറകോട്ട് വീഴുന്നതാണ്. ثم يرفعون رؤوسهم وقد تحول في صورته التي رأوه فيها أول مرة, പിന്നീട് അവർ സുജൂദിൽ നിന്ന് തല ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ ആദ്യം കണ്ട രൂപത്തിൽ അവർക്ക് കാണാൻ കഴിയുന്നതാണ്, അതായത് മഹ്ശറിൽ കണ്ട രൂപത്തിൽ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ കാഴ്ച സ്വർഗത്തിലുള്ള കാഴ്ചയല്ല, ഇത് ഇംതിഹാനിൻ്റെ, പരീക്ഷണത്തിൻ്റെ വേളയിലുള്ള കാഴ്ചയാണ് ഈ സന്ദർഭത്തിലുള്ള കാഴ്ച. ഫഖാല അന റബ്ബുക്കും, എന്നിട്ട് അല്ലാഹു പറയും അന റബ്ബുക്കും, ഞാനാകുന്നു നിങ്ങളുടെ റബ്ബ്. ഫയഖൂലൂന അൻത റബ്ബുന, അവർ പറയും നീ ഞങ്ങളുടെ റബ്ബാണ്. ഫയുദ്റബു അൽ ജിസ്റു അലാ ജഹന്നം, അതോടുകൂടിയാണ് സിറാത്ത്, അതിൻ്റെ പാലം നരകത്തിനു മുകളിലേക്ക് വലിച്ചിടപ്പെടുക. പിന്നെ അതിന് മുകളിലൂടെയാണ് എവിടേക്ക് എത്താനുള്ളത്, സ്വർഗത്തിലേക്ക് നടക്കാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ക്രമം ഇതാണ്: ഷഫാഅത്ത്,
ഹിസാബ്, ഷഫാഅത്തിൽ ആദ്യത്തെ ഷഫാഅത്ത് ഏതാണ്? ഷഫാഅത്തുൽ ഉദ്മ, വലിയ ഷഫാഅത്ത്, എല്ലാവർക്കും വേണ്ടിയുള്ളത്. പിന്നീട് വിചാരണ, അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. വിചാരണ കഴിഞ്ഞാൽ അതിനുശേഷം അതിനിടയിൽ ചില ഷഫാഅത്തുകളുണ്ട്. അതിനുശേഷം കുഫാറുകൾ അവർ ഈ പറഞ്ഞ രൂപത്തിൽ നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടും. മുഅ്മിനീങ്ങൾ അവർ ബാക്കിയാകും. അവിടെയാണ് അള്ളാഹുവിൻ്റെ കണങ്കാൽ വെളിപ്പെടുകയും അവർ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീട് എന്തുള്ളത്? സിറാത്തുള്ളത്. അതിനുശേഷമാണ് പിന്നീട് സിറാത്ത് ഉള്ളത്. ഇതിനുശേഷം മുഅ്മിനീങ്ങൾ അവർ സിറാത്തിന് മുകളിലൂടെ സഞ്ചരിക്കും. കുഫാറുകൾ നേരത്തെ ഞാൻ പറഞ്ഞു അവർ നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതാണ്. കാഫിരീങ്ങൾ, മുശ്രിക്കീങ്ങൾ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപം എന്താണെന്ന് ഖുർആനിൽ പലയിടങ്ങളിൽ അള്ളാഹു വിശദമായി വിവരിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ഒരു ആട്ടിടയൻ തൻ്റെ ആടുകളെ തെളിക്കുന്നതുപോലെ ഒച്ചയിട്ട് അടിച്ച് അതിൻ്റെ സ്ഥലത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയായിരിക്കും അവർ കൊണ്ടുപോകപ്പെടുക. സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു, വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. കുഫാറുകൾ അവർ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടുന്നതാണ്. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് അങ്ങേയറ്റം പരുഷമായ രൂപത്തിലേക്കായിരിക്കും. ജബാനിയത്തിൻ്റെ മലക്കുകൾ ചാട്ട കൊണ്ട് അവരെ അടിക്കുന്നതാണ്, അവരെ തെളിക്കുന്നതിന് വേണ്ടി. അത് തന്നെ കൂട്ടം കൂട്ടമായിട്ടായിരിക്കും ഉണ്ടാവുക. നരകത്തിലേക്ക് കുഫാറുകൾ പോകുന്നത് ഓരോ കൂട്ടമായിക്കൊണ്ടായിരിക്കും. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങൾ, അമലുകൾ, അതിൻ്റെ രീതികൾ, അതിൻ്റെ വൃത്തികേടുകൾ, അതിൻ്റെ തോതനുസരിച്ച് ഓരോ രൂപത്തിലായിരിക്കും. അതിൽ കടുപ്പം കൂടിയവരുണ്ടാകും, കുറഞ്ഞവരുണ്ടായിരിക്കും. അള്ളാഹു ഖുർആനിൽ പറയുന്നു, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. നരകത്തിലേക്ക് അവർ അന്ത്യനാളിൽ തള്ളിയിടപ്പെടുന്നതാണ്. ദഅ എന്ന് പറഞ്ഞാൽ ശക്തമായി തള്ളുന്നതിനാണ് പറയുന്നത്. നരകത്തിന് മുന്നിലെത്തിയാൽ ചാടാൻ ഒരിക്കലും ഒരു സമ്മതിക്കില്ല. യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, അവരെ നരകത്തിലേക്ക് തള്ളിയിടുന്നതാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ദാഹത്തിലായിരിക്കും അവർ നരകത്തിലേക്ക് വലിച്ചിടപ്പെടുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. മുത്തഖീങ്ങൾ അവർ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക വഫ്ദൻ, നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്നത് പോലെയായിരിക്കും. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. എന്നാൽ അതിക്രമികളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുക ദാഹിച്ചവശരായ നിലയിലായിരിക്കും. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വസുമ്മൻ വബുക്മ. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മ മഅവാഹും ജഹന്നമു കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അവരെ നാം ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് നരകത്തിലേക്ക്. എങ്ങനെയാണ് അവർ വന്നെത്തുക? അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലായിരിക്കും. മുഖത്തിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുക, കാലിലല്ല നടക്കുക, മറിച്ച് മുഖങ്ങളിലായിരിക്കും. ചിലർ മുഖം കുത്തി നടക്കുന്നവരുണ്ടായിരിക്കും. ഉമ്യൻ, കണ്ണ് കാണാത്തവരായി. വ ബുക്മൻ, സംസാരിക്കാൻ ശേഷിയില്ലാത്തവരായി. വസുമ്മൻ, കേൾവിയില്ലാത്ത ബധിരരായിക്കൊണ്ട്, അതുപോലെ മൂകതയുള്ളവരായിക്കൊണ്ട്. മഅവാഹും ജഹന്നം, അവരുടെ അന്ത്യസങ്കേതം ജഹന്നമാണ്. കുല്ലമാ ഖബത്, അത് കെട്ടൊടുങ്ങുമ്പോഴെല്ലാം സിദ്നാഹും സഈറ, നാം അതിന് വീണ്ടും ആളി കത്തിപ്പിക്കുന്നതാണ് എന്ന് സൂറത്തു അൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിച്ചതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആയത്ത് കേട്ട സഹാബിമാരിൽ ഒരാൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ. എങ്ങനെയാണ് നബിയെ ഖിയാമത്ത് നാളിൽ ഒരാൾ മുഖം കുത്തിയ നിലയിൽ നടക്കുക? അന്ത്യനാളിൽ എങ്ങനെയാണ് മുഖം കുത്തിയ നിലയിൽ ഒരാൾ വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസല്ലദി അംശാഹു
അലാ റിജ്ലൈഹി ഫിദ്ദുനിയ ഖാദിറൻ അലാ അൻ യുംഷിയഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമഹ്. ദുനിയാവിൽ 2 കാലിൽ അവനെ നടത്തിയവന് ഖിയാമത്ത് നാളിൽ മുഖം കുത്തിയ നിലയിൽ അവനെ നടത്താൻ സാധിക്കുന്നതല്ലേ? നോക്കൂ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട അനേകം വിഷയങ്ങളിൽ ഈ ഹദീസ് നമുക്ക് തെളിവാണ്. ഇതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ സംഭവിക്കും? ഈ അല്ലാഹു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഒന്നും സാധിക്കാത്ത കാര്യമില്ല. അതുപോലെ തന്നെ നരകത്തിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർ ആരാധിച്ചിരുന്ന പിശാചുക്കൾ, വിഗ്രഹങ്ങൾ അതുകൂടി അവരോടൊപ്പം കത്തി ഒടുങ്ങുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദുനിയാവിൽ അവനവൻ്റെ വിഷമങ്ങൾ പറഞ്ഞത്, ആകുലതകൾ പറഞ്ഞത്, അവൻ പ്രതീക്ഷ അർപ്പിച്ച സാധനം അവനോടൊപ്പം കത്തിയെരിയുന്നതാണ്. എന്തൊരു കാഴ്ചയാണത്! എത്ര പ്രയാസകരമായ അവസ്ഥയാണ്. എന്തിലായിരുന്നു അവൻ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്? ഈ കത്തിയെരിയുന്ന വസ്തുവിലായിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫവറബ്ബിക ലനഹ്ശുറന്നഹും വശയാത്തീൻ, നിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നാം അവരെ നരകത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവരാരാധിച്ചു കൊണ്ടിരുന്ന അവരുടെ പിശാചുക്കളെയും. സുമ്മ ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ, പിന്നീട് നാം അവരെ നരകത്തിനു ചുറ്റും മുട്ടുകാൽ കുത്തിയ നിലയിൽ കൊണ്ടുവരുന്നതാണ്. ഒരു ഇരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ثم لننزعن من كل شيعة أيهم على أشد على الرحمن عتيا, പിന്നീട് അവരിൽ നിന്ന് ഓരോ കൂട്ടത്തിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് ഏറ്റവും കടുത്ത അതിക്രമം കാണിച്ചവരെ നാം പുറത്തു കൊണ്ടുവരുന്നതാണ്. ثم لنحن أعلم بالذي هم أولى بها صليا, നമുക്കറിയാം അവരുടെ കൂട്ടത്തിൽ നരകത്തിന് ഏറ്റവും അർഹതയുള്ളത്, അതിൽ കടന്നെറിയാൻ ഏറ്റവും അർഹമായത് ആരാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളിൽ ഒരാൾ പോലുമില്ല ആ നരകത്തിൻ്റെ മുൻപിൽ വന്നെത്താത്തവരായി. ഇത് മുഅ്മിനീങ്ങൾക്കും ബാധകമാണ്. ഇത് കുഫാറുകൾക്ക് മാത്രമല്ല. ഈ പറഞ്ഞ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ്. ഇത് മുഅ്മിനീങ്ങൾക്ക് ബാധകമാണ്, നരകം കാണുക എന്നുള്ളത്. ചിലർ പറഞ്ഞു അത് സിറാത്തിന് മുകളിലൂടെ നടക്കുമ്പോഴാണ്, വേറെ ചിലർ പറഞ്ഞു അല്ല, അത് വേറെ സമയത്താണ്. എന്താകട്ടെ, ഏതൊരാളും അള്ളാഹ് പഠിച്ച ഏതൊരു മനുഷ്യനും നരകത്തിൻ്റെ മുൻപിൽ വന്നെത്തുന്നതാണ്, അത് കാണുന്നതാണ്. ശിക്ഷ എന്താണെന്ന് അവൻ അറിയുന്നതാണ്. മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ സുമ്മ നുനജ്ജി അല്ലദീന ഇത്തഖൗ വനദറു ദ്വാലിമീന ഫീഹാ ജിസിയ, പിന്നീട് അതിൽ നിന്ന് നാം മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്, അതിക്രമികളായ ആളുകളെ നാം അതിൽ തന്നെ വിട്ടേക്കുന്നതാണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞു, ഹത്താ ഇദ ദാറകൂ ഫീഹാ ജമീഅൻ ഖാലത് ഉഖ്റാഹും ലിഊലാഹും, അങ്ങനെ അവരെല്ലാം നരകത്തിൽ വീണ് കഴിഞ്ഞാൽ, കുഫാറുകൾ നരകത്തിൽ വീണ് കഴിഞ്ഞാൽ, മുശ്രിക്കീങ്ങൾ നരകത്തിൽ വീണ് കഴിഞ്ഞാൽ, ഖാലത് ഉഖ്റാഹും ലിഊലാഹും, അവരിലെ അവസാന എത്തിയ ആളുകൾ, അവരിൽ ആദ്യ തലവന്മാരോട് അവർ പറയും, നേതാക്കന്മാരോട് പറയും, റബ്ബന ഹഉലാഇ അദല്ലൂന, അല്ലാഹുവേ ഈ കൂട്ടരാണ് ഞങ്ങളെ വഴികേടിലാക്കിയത്, ഫആതിഹിം ളിഅഫൻ മിനൻ നാർ, അല്ലാഹു അവർക്ക് നീ നരകശിക്ഷയിൽ ഇരട്ടി നൽകണമേ. ഖാല ലികുല്ലിൻ ളിഅഫുൻ, അല്ലാഹു പറയുന്നതാണ് ലികുല്ലിൻ ളിഅഫുൻ, എല്ലാവർക്കും അവരുടെ ശിക്ഷ മടങ്ങായി ഇരട്ടിയായി ഉണ്ട്. വലാകിൻ ലാ തഅലമൂൻ, എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നവരല്ല. വഖാലത് ഊലാഹും ലിഉഖ്റാഹും, അപ്പോൾ അവരിലെ തലവന്മാർ അവരെ പിൻപറ്റിയവരോട് പറയും, ഫമാ കാന ലക്കും അലൈനാ മിൻ ഫദ്ൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ അരികിൽ പ്രത്യേകിച്ച് യാതൊരു പരിഗണനയുമില്ല. നരകത്തിലെത്തിയതിന് ശേഷം നിങ്ങളെ പരിഗണിക്കാൻ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്കില്ല. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്സിബൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. സുബ്ഹാനല്ലാഹ്. നരകത്തിൽ സഹോദരങ്ങളെ മുശ്രിക്കീങ്ങളുടെ ഹസ്റത്ത് വ്യക്തമാക്കുന്ന ആയത്തുകൾ നിങ്ങൾ വായിക്കണം. സൂറത്തുൽ ബഖറയിൽ അതുണ്ട്, അറാഫിലുണ്ട്, പല സൂറത്തുകളിലുമുണ്ട്. നരകത്തിലെത്തുന്ന സന്ദർഭത്തിൽ ഇവരുടെ അവസ്ഥ അത് നമ്മെ ഓർമ്മപ്പെടുത്താൻ നമുക്കൊരു അവസരം ഇനി വേറെ ഇല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ നരകം അതിൻ്റെ നേരെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞതുപോലെ വലൗ തറാ ഇദ് വുഖിഫു അലൻ നാരി
ഫഖാലു യാ ലൈതന നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിന വനകൂന മിനൽ മുഅ്മിനീൻ. അള്ളാഹു പറയാൻ, വലൗ തറ, നബിയെ നീ കണ്ടിരുന്നെങ്കിൽ, ഇത് ഊഖിഫു അലന്നാർ, നരകത്തിന് മുൻപിൽ അവരെ നിർത്തുന്ന സന്ദർഭത്തിൽ, ഫഖാലു, അവർ പറയും, യാ ലൈതന നുറദ്ദ്, യാ ലൈതന നുറദ്ദ്, അള്ളാഹുവെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ, ഒന്ന് മടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വലാ നുകദ്ദിബ ബിആയാതി റബ്ബിന, ഞങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയിരുന്നില്ലെങ്കിൽ, വനകൂന മിനൽ മുഅ്മിനീൻ, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ചവരിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവർ പറയുന്നത് നബിയെ താങ്കളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്ത് നബിയെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നത്? സഹോദര, ഈ പറഞ്ഞത് ആയത്തുകളിലെ ഈ വാക്ക്, അതിൻ്റെ യാഥാർത്ഥ്യം കൺമുന്നിൽ കാണുമ്പോഴല്ലാതെ അത് പരിപൂർണമായി ഉൾക്കൊള്ളുക സാധ്യമല്ല. എത്ര ചിന്തിച്ചാലും ഇതിൻ്റെ ഭയാനകത നേർക്ക് നേരെ കൺമുന്നിൽ കാണുമ്പോൾ മാത്രമാണത് പൂർണ്ണമായി മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഖുർആനിൽ എത്ര സ്ഥലത്താണ് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത്, അൽ ഖാരിഅ മൽ ഖാരിഅ മാ അദ്റാക മൽ ഖാരിഅ. അൽ ഖാരിഅ, ഹൃദയത്തെ ഭയം കൊണ്ട് മുട്ടി വിളിക്കുന്ന അന്ത്യനാൾ. മൽ ഖാരിഅ, എന്താണ് ഖാരിഅ? നബിയോട് ചോദിക്കും, വമാ അദ്റാക മൽ ഖാരിഅ. നബിയെ, ഖാരിഅത്ത് എന്താണെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നതാണ്? അത് സംഭവിക്കുമ്പോഴല്ലാതെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവുകയില്ല. ഈ കേൾക്കുന്നതെല്ലാം എത്ര ഹൃദയത്തിൽ ചിന്തിച്ചാലും ഇതല്ല അതിൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ സ്ഥിതി ആ സമയത്ത് അത് കാണുമ്പോഴല്ലാതെ ബോധ്യപ്പെടുകയില്ല. അൽ ഹാഖ വൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. എത്ര സ്ഥലത്താണ് അള്ളാഹു അത് പറഞ്ഞത്. അതുകൊണ്ട് സഹോദര, അന്ത്യനാൾ അതിൻ്റെ ഭയാനകത ബോധ്യപ്പെടുത്തുന്ന ആയത്തിൽ ഖുർആനിൽ ധാരാളം ആയത്തിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞത്, മുശ്രിക്കുകൾ വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കുന്നത് അവരുടെ നിരാശ, അവരുടെ വേദന. അതുകൊണ്ടാണ് അന്ത്യനാളിൻ്റെ പേരുകളിൽ ഒന്ന് തന്നെ യൗമുൽ ഹസ്ര എന്ന, നിരാശയുടെ ദിവസം എന്ന. ഖുർആനിൽ അള്ളാഹു പറയാൻ, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുളൻ വസഫീറ. ദൂരെ നിന്ന് നരകത്തിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുമ്പോൾ, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദ്, ദൂരെ നിന്ന് നരകം കാണുമ്പോൾ, എന്താ അവസ്ഥ? ദൂരെ നിന്ന് ഇവർ നരകം കാണുമ്പോൾ, സമിഉ ലഹാ തഗയ്യുളൻ, നരകത്തിൻ്റെ ഗൈദ്, കഠിനമായ കോപം അത് അവർ കേൾക്കുന്നതാണ്. വസഫീറ, അതിൻ്റെ അട്ടഹാസം അവർ കേൾക്കുന്നതാണ്. ദൂരത്ത് ഇതിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളത് തന്നെ മതിയായ ശിക്ഷയാണ്. നരകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകപ്പെടുക എന്നുള്ളത് ഒരാൾക്ക് മതിയായ ശിക്ഷയാണ്. ഇത് പേടിക്കുക എന്നുള്ളത് തന്നെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നിങ്ങൾ കേട്ടില്ലത് അല്ലേ? അതായത് تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها لم يأتكم نذير. تكاد تميز من الغيظ. ആയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ആയത്താണത്. എന്താ അതിൻ്റെ അർത്ഥം? നരകം ഗൈദ് കാരണത്താൽ, അതിൻ്റെ കോപം കാരണത്താൽ, തകാദു തമയ്യസ്, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ തെറിച്ചു പുറത്തേക്ക് പോകുമെന്ന് നോക്കുന്ന ആൾക്ക് തോന്നിപ്പോകും. അതാണ് ഈ തകാദു തമയ്യസു മിനൽ ഗൈദ് എന്ന് പറയുന്നത്. എന്ത് തെറിച്ചു പോകുന്നു ഈ പറയുന്നത്? നരകത്തിൻ്റെ അതിലെ അഗ്നിയുടെ, തീയിൻ്റെ നാളങ്ങൾ, അതിൻ്റെ തീപ്പൊരി, അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അത് വലിയ ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ഉണ്ടായിരിക്കും. കാന്നഹ ജിമാലത്തുൻ സുഫർ, വലിയ ഒട്ടകക്കൂട്ടങ്ങൾ അതുപോലെ ഉണ്ടായിരിക്കും. വലിയ നീളമുള്ള ആയിരക്കണക്കിന് ഒട്ടകങ്ങളുള്ള ഒരു വലിയ കൂട്ടം അതുപോലെ ഉണ്ടായിരിക്കും. തീനാളം, അതിൻ്റെ ചെറിയൊരു തീപ്പൊരി, അതിൻ്റെ അഗ്നിയുടെ വലുപ്പം എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു, വറഅൽ മുജ്രിമൂന അന്നാറ ഫظنوا അന്നഹും മുവാഖിഊഹാ വലം യജിദു അൻഹാ മസ്രിഫ. ധിക്കാരികൾ നരകം മുന്നിൽ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടും, ഇവിടെ നിന്ന് ഇനി ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന്. അള്ളാഹു പറയുന്നു, ഫദ്ഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ
ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ, നിങ്ങളിതാ നരകത്തിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിച്ചു കൊള്ളുക. ഖാലിദീന ഫീഹ, എന്നേക്കുമായി. ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ, ധിക്കാരികളുടെ സങ്കേതം എത്ര മോശമായ സങ്കേതമാണ്. ഇതാണ് കുഫാറുകൾ, മുശ്രിക്കുകൾ. അവർ മീസാൻ കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്നത് അവർ നരകത്തിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുക എന്നതാണ്. മുഅ്മിനീങ്ങളുടെ അവസ്ഥ, അവർക്കിനി സിറാത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾ, അവരിൽ മുനാഫിഖുകളുണ്ട്, നന്മ ചെയ്ത ആളുകളുണ്ട്, തിന്മ ചെയ്ത ആളുകളുണ്ട്. ഇപ്പം മുനാഫിഖുണ്ട്, മുഅ്മിനുണ്ട്, അതിൽ തന്നെ നന്മ ചെയ്തവരും തിന്മ ചെയ്തവരുമുണ്ട്. അവർക്ക് അവരുടെ കാര്യം പരിപൂർണമായി കഴിഞ്ഞിട്ടില്ല. ഇനി അവർക്കുള്ള ഘട്ടം സിറാത്തിൻ്റേതാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിനു മുകളിൽ നാട്ടപ്പെടുന്ന പാലമാണ്. വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് സൂചനയുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ഓരോരുത്തരും നരകത്തിൻ്റെ മുകളിൽ വന്നെത്തുന്നതാണ്. ചിലർ പറഞ്ഞു ഹദീസിൽ വന്നതുപോലെ ഈ വന്നെത്തുന്ന രൂപം സിറാത്തിന് മുകളിലാണ്. അങ്ങനെ സിറാത്ത് നരകത്തിന് മുകളിലാണ്, അതിൻ്റെ മുകളിലൂടെ നടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, യുഅ്താ ബിൽ ജിസ്രി ഫയുജ്അലു ബൈന ളഹ്റൈ ജഹന്നം. സിറാത്ത് എന്ന പാലം, ജിസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? പാലമാണ്. യുഅ്താ ബിൽ ജിസ്ർ, പാലം കൊണ്ടുവരുന്നതാണ്. ഫയുജ്അലു ബൈന ളഹ്റൈ ജഹന്നം, അത് നരകത്തിൻ്റെ മുകളിൽ നാട്ടുന്നതാണ്. അതിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്കെത്താൻ. ഇത് ഈ സിറാത്ത് പാലമുണ്ട് എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സിറാത്തിൻ്റെ ഈ പാലത്തിൻ്റെ രൂപം? ഇത് സാധാരണ പാലമല്ല. ഇതിൻ്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഈ പാലം തെന്നി വീഴാൻ അങ്ങേയറ്റം സാധ്യതയുള്ള പാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ എന്താണ് മൽ ജിസ്ർ, എന്താണ് ഈ പാലം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മദ്ഹദത്തുൻ മസില്ല, കാല് തെന്നി വീഴുന്ന അങ്ങേയറ്റം വഴുക്കലുള്ള സ്ഥലമാണത്. സിറാത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുക അള്ളാഹു ഉറപ്പ് നൽകിയവർക്ക് മാത്രം അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സിറാത്ത് അതിന് രണ്ട് വശങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിന് ആ വശങ്ങളിൽ കലാലീബുകളുണ്ട്, കൊളുത്തുകൾ, കമ്പി കൊണ്ടുള്ള കൊളുത്തുകളുണ്ട്, വലിക്കാൻ ആളെ വലിക്കുന്ന കൊളുത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ഹാഫതൈ അസ്സിറാത്തി കലാലീബു മുഅല്ലഖത്തുൻ. സിറാത്ത് പാലം, അതിൻ്റെ രണ്ട് വശങ്ങളിലും കലാലീബുകൾ ഉണ്ടായിരിക്കും. കലാലീബ് എന്ന് പറഞ്ഞാൽ കൊളുത്തുന്ന കൊളുത്തുകൾ. മുഅല്ലഖത്തുൻ, അത് തൂക്കിയിടപ്പെട്ടിരിക്കും. മഅ്മൂറത്തുൻ ബി അഖ്ദി മൻ ഉമിറത് ബിഹി. സിറാത്തിന് മുകളിലൂടെ നടക്കുന്നവർ, അവരിൽ ആരെയാണ് ആ കൊളുത്തുകളിൽ കൊളുത്തിയെടുത്ത് നരകത്തിലേക്ക് എറിയേണ്ടത് എന്നത് അള്ളാഹു അതിന് കൽപ്പന നൽകിയിട്ടുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അലൈഹി ഖതാതീഫ്, സിറാത്തിൻ്റെ രണ്ട് വശങ്ങളിലായി ഖതാതീഫുകളുണ്ട്. ഖതാതീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇരുമ്പ് നന്നാക്കുന്ന കൊല്ലൻ്റെ കടയിൽ ചെന്നാൽ ഇരുമ്പ് വലിച്ചെടുക്കുന്ന സാധനം കണ്ടിട്ടില്ല നിങ്ങൾ? ഇരുമ്പ് കൊണ്ടുള്ള, അതിൽ പഴുപ്പിച്ച ഇരുമ്പ് എടുക്കാനുള്ള, അതിനാണ് ഖതാതീഫ് എന്ന് പറയാം. അതാണ് ഖതാതീഫ്. അതുണ്ടായിരിക്കും. വകലാലീബു, അതുപോലെ തന്നെ കൊളുത്തുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വഹസകത്തുൻ, ഹസക എന്ന് പറയുന്നത് വഹസകത്തുൻ മുഫൽതഹത്തുൻ ലഹാ ഷൗക്കത്തുൻ ഉഖൈഖ. അതുപോലെ തന്നെ നിങ്ങൾ ഈ മരുഭൂമിയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും അതുണ്ട്. ഒരു ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന മുള്ളുകളുള്ള ഒരു ചെറിയ ധാന്യം പോലത്തെ ഒരു സാധനം കണ്ടിട്ടില്ല നിങ്ങൾ? എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല, മലയാളത്തിൽ പേരെന്താ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? അത് അതുള്ള സ്ഥലത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കൂറിയാൽ മേല് മുറിയാകും. അതിനാണ് ഈ ഹസക എന്ന് പറയുക. വഹസകത്തുൻ മുഫൽതഹത്തുൻ, അത് ആ
സാധനം പരത്തപ്പെട്ട നിലയിലുണ്ട്, അല്ലെങ്കിൽ വലുതായിരിക്കും. ലഹാ ഷൗകത്തുൻ ഉഖൈഖ, അതിൻ്റെ മുകളിൽ മുള്ളുകളുണ്ടായിരിക്കും, ആ മുള്ളുകൾ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. തകൂനു ബി നജ്ദിൻ യുഖാലു ലഹ സഅദാൻ. അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നജ്ദിൽ കാണപ്പെടുന്ന സഅദാൻ എന്ന മരത്തിൽ കാണപ്പെടുന്ന സാധനമാണത് എന്ന് അവിടുന്ന് അതിൻ്റെ രൂപം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഫഇന്നഹാ മിസ്ലു ഷൗക്കി സഅദാൻ, സഅദാൻ മരത്തിൻ്റെ ധാന്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതുപോലെയാണ് അത് ഉണ്ടായിരിക്കുക. ഗൈറ അന്നഹാ ലാ യഅലമു ഖദ്റ ഇളമിഹാ ഇല്ലല്ലാഹ്, പക്ഷേ അതിൻ്റെ വലുപ്പം എന്താണെന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല, അത്ര വലുപ്പമുള്ളതായിരിക്കും. സ്വറാത്തിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അതിൻ്റെ മൂർച്ച. അതിന് മുകളിൽ കയറിയാൽ അതിന് മൂർച്ചയുണ്ടായിരിക്കും. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സറാത്തു കഹദ്ദി സൈഫ്, സ്വറാത്ത് അതിന് വാളിൻ്റെ മൂർച്ചയുണ്ടായിരിക്കും. ദഹ്ദുൻ മസില്ലത്തുൻ, തെന്നി വീഴുന്ന രൂപത്തിലായിരിക്കും അതുണ്ടാവുക. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വലഹു ഹദ്ദുൻ കഹദ്ദിൽ മൂസ. മൂസ എന്ന് പറഞ്ഞാൽ തലമുടി ഒടിക്കുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, അതിനാണ് അൽ മൂസ എന്ന് പറയുക. ബാർബറുടെ കയ്യിൽ കാണുന്ന അതുപോലെയുള്ള മൂർച്ച സ്വറാത്തിനുണ്ടായിരിക്കും എന്ന് സൽമാൻ അൽ ഫാരിസി അദ്ദേഹം പറഞ്ഞതായി കാണാം. അബൂ സഈദ് അൽ ഖുദ്രി അദ്ദേഹം പറയുന്നു, ബലഗനി അന്നൽ ജിസ്റ അദഖു മിന ശഅറ, സ്വറാത്ത് പാലം അത് മുടിനാരിനേക്കാൾ നേരിയതായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വ അഹദ്ദു മിന സൈഫ്, വാളിനേക്കാൾ അതിന് മൂർച്ചയുണ്ടായിരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖസ്തല്ലാനി റഹിമഹുല്ലാ അദ്ദേഹം സ്വറാത്തിനെ വിവരിച്ച് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഫതഅമ്മൽ നഫ്സക ഇദാ സിർത അല സ്വറാത്ത്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതെല്ലാം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. നീ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. നേരത്തെ മുഅ്മിനും മുനാഫിഖും വേർതിരിയുന്ന സ്ഥലം പറഞ്ഞു, മുഅ്മിനും കാഫിറും വേർതിരിയുന്ന സ്ഥലം പറഞ്ഞു. നീ ഇതിലെവിടെയായിരിക്കും? മുഅ്മിനും മുനാഫിഖും വേർതിരിയുന്ന സ്ഥലം പറഞ്ഞു, സുജൂദിൻ്റെ സമയം. നീ ഇതിലെവിടെയായിരിക്കും? നിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ചിന്തിക്കുക. ഇത്തരം സമയങ്ങളിൽ ഒരിക്കലും നീ നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചു അവരെ ദഅവത്ത് നടത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഖൈർ ഉദ്ദേശിക്കും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആദ്യം നീ അവിടെ നിന്നെ കൊണ്ടുപോയി വെക്കുക. നീ ഇതിലെവിടെയായിരിക്കും ഉണ്ടാവും? അവനവനെവിടെയാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ചില സലഫുകൾ ചിലർ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒറ്റക്കായിരുന്നു, പുറത്തു വന്നത് ഒറ്റക്കാണ്, ഞാൻ ചെയ്യുന്ന നന്മകളും തിന്മകളും എൻ്റേതാണ്, ഖബറിലേക്ക് ഞാൻ എന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റക്കാണ്, ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒറ്റക്കാണ്, ഉത്തരം പറയേണ്ടത് ഞാൻ ഒറ്റക്കാണ്, ഹിസാബിൽ വിചാരണയ്ക്ക് ഞാൻ ഒറ്റക്കാണ്, അവിടെയും ഉത്തരം നൽകേണ്ടത് ഞാൻ ഒറ്റക്കാണ്, സിറാത്തിന് മുകളിൽ കയറുമ്പോൾ അവിടെ ഞാൻ ഒറ്റക്കാണ്. ഇപ്പറഞ്ഞ സമയത്തൊന്നും ഒരാളും നിന്നെ സഹായിക്കാനുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ സഹോദര, അവനവൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. സ്വന്തം കാര്യം, അവനവൻ്റെ അവസ്ഥ ഇതിലെന്തായിരിക്കും? ചിലർ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, മീസാനിന് മുൻപിൽ നിൽക്കുമ്പോൾ മനുഷ്യരുടെ തിന്മകളും നന്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നന്മ ചെയ്ത ആളുകൾ അവർക്ക് മറ്റുള്ളവരുടെ നന്മ ഒരാളെ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരാളെ നന്മ എനിക്ക് ലഭിക്കുമെന്നാണ്, എന്നോട് അതിക്രമം ചെയ്ത ആളുടെ നന്മ എനിക്ക് ലഭിക്കും. സലഫുകൾ ചില പറയാൻ അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ സ്വന്തം മകൻ്റെ പക്കൽ നിന്ന് നന്മകൾ ലഭിക്കുന്നത് കാണുമ്പോൾ ഉപ്പാക്ക് സന്തോഷമാണ്, ഭാര്യയുടെ അടുത്ത് നിന്ന് ലഭിക്കുന്നത് കാണുമ്പോൾ ഭർത്താവിന് സന്തോഷമാണ്, മക്കളുടേത് വാപ്പയുടേത് ലഭിക്കുമ്പോൾ സന്തോഷിക്കാൻ. കാരണം അവൻ്റെ രക്ഷയാണ് അവൻ ചിന്തിക്കുന്നത്. എന്നോടൊപ്പം കിടക്കുന്നത് എൻ്റെ ഭാര്യ അവിടെ ഉണ്ടാവില്ല, അവർ പോലും രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അതുകൊണ്ട് പരലോകം അവനവൻ്റെ കാര്യം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് സഹോദര, ഈ ഇൽമു ഒരിക്കലും എന്തിനല്ല, ഇത് നമ്മുടെ ബുദ്ധിയിൽ നിൽക്കേണ്ടതല്ല, ഇത് ഹൃദയത്തിൽ നിൽക്കേണ്ടതാണ്, ഖൽബിലേക്ക് ഇറങ്ങേണ്ടതാണ്, നമ്മുടെ അമലുകളെ സ്വാധീനിക്കേണ്ടതാണ്. സ്തല്ലാനി അദ്ദേഹം പറയുന്നുണ്ട്, തഅമ്മൽ നഫ്സക ഇദാ സിർത അല സിറാത്ത്, നീ സിറാത്തിന് മുകളിലൂടെ നടക്കുന്ന അവസ്ഥ നീ ചിന്തിക്കുക. വവഖഅ ബസറുക അലാ ജഹന്നമ മിൻ തഹ്തിഹ്, അതിനു മുകളിൽ കയറിയാൽ
താഴെ നീ നിൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന നരകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. മേലക്കര താഴത്തേക്ക് നോക്കി നരകാണ്. ثم قرع سمعك شهيق النار أو ثم قرع سمعك شهيق النار وزفيرها وسوادها وسعيرها. നിൻ്റെ ചെവിയിൽ വന്നടിക്കുന്നത് നരകത്തിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദമാണ്. നിൻ്റെ ശരീരത്തിൽ ഏൽക്കാനിരിക്കുന്നത് അതിൻ്റെ ചൂടാണ്. അതിൻ്റെ തീനാളങ്ങളാണ് മുകളിലേക്ക് ഉയർന്നു പൊന്തുന്നത്. നീ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. وكيف بك إذا وضعت إحدى رجليك عليه فأحسست بحده. നിൻ്റെ കാലുകളിൽ ഏതെങ്കിലും ഒരു കാൽ അതിന് മുകളിൽ വെച്ചാൽ അതിൻ്റെ മൂർച്ച നിൻ്റെ കാല് അറിയുന്ന ആ സന്ദർഭം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം. وَاضْطُرِرْتَ إِلَى أَنْ تَرْفَعَ الْقَدَمَ الثَّانِي. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂർച്ച അറിഞ്ഞാൽ ഉടനെ നിനക്ക് അടുത്ത കാല് ഇനി വെക്കണം, അല്ലെങ്കിൽ കാല് മുറിയുമെന്ന പേടിയുണ്ട്. وَالْخَلَائِقُ بَيْنَ يَدَيْكَ. നിനക്ക് മുൻപിൽ നടന്നുപോയ ആളുകൾ, അവരിൽ ചിലരതാ യസില്ലൂന വയഅശിറൂൻ, അവരിൽ ചിലരതാ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു നിൻ്റെ മുൻപിൽ നടന്നുപോയ ആൾക്കാർ. വസ്സബാനിയതു തൽതഖിതുഹും ബിൽഖതാതീഫ് വൽകലാലീബ്. സബാനിയത്ത് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ അവരെ പെറുക്കിയെടുക്കുന്നു, നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അവർ ആ കൊളുത്തുകളിൽ നിന്ന് എടുത്തിട്ട് وأنت تنظر إلى ذلك. നീ അത് നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. فيا له من منظر ما أفضعه. എന്തൊരു കാഴ്ചയാണത്, എത്ര ഭീതി ഉണ്ടാക്കുന്നതാണത്. ومرتقا ما أصعبه أو ما أصعبه. എത്ര പ്രയാസകരമായൊരു കയറ്റമാണ് ഈ കയറി തീർക്കാനുള്ളത്. ومجاز ما أضيقه. എത്ര ഇടുങ്ങിയൊരു വടിയാണ് സഞ്ചരിച്ച് തീർക്കാനുള്ളത്. فنسأل الله السلامة والإعانة والعافية. അള്ളാഹുവിനോട് നാം രക്ഷയും സൗഖ്യവും ആഫിയത്തും ചോദിക്കുന്നു എന്ന് ഖസ്തല്ലാനി അദ്ദേഹം എഴുതിയതായി കാണാം. മുഅ്മിനീങ്ങൾ സിറാത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിലാണ് അവരും മുനാഫിക്കുകളും വേർതിരിയുക. ഈ സന്ദർഭത്തിലാണ് സിറാത്തിന് മുകളിൽ വെച്ച്, അതുവരെ മുനാഫിക്കുകൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. അവിടെ വെച്ച് സുബ്ഹാനല്ലാഹ്, ഇത് നിങ്ങൾ കാണുമ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അള്ളാഹു പറഞ്ഞത് എന്താണ്. വല്ലാഹു യസ്തഹ്സിഉ ബിഹിം. അള്ളാഹു അവരെ കളിയാക്കുകയാണ്. മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളെ കളിയാക്കിയത് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പരിഹാസ്യമായ ഘട്ടമാണെന്ന് നോക്കൂ. അവൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുന്ന സമയം, മുഅ്മിനീങ്ങൾക്കിടയിൽ ഞാൻ ഇവരെ പറ്റിച്ചു എന്ന പ്രതീക്ഷയിൽ പോകുന്ന സന്ദർഭത്തിൽ താഴേക്ക് വീഴുന്നൊരുത്തൻ്റെ സ്ഥിതി എന്താ. മുനാഫിക്കുകൾ അവർ ആദ്യം അവരുടെ അവസ്ഥ വെളിപ്പെടുന്നത് സുജൂദിൻ്റെ വേളയിലാണ്, പിന്നീട് സ്വറാത്തിലാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. ഈ മുഅ്മിനീങ്ങളെ കാണുന്ന ദിവസം, യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുൻപിലും അവരുടെ വലതുമായി പ്രകാശമുണ്ടായിരിക്കും. ഇത് സിറാത്തിന് മുകളിലാണ് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. സിറാത്തിന് മുകളിൽ കയറിയാൽ മുഅ്മിനീങ്ങൾ അവർക്ക് അവരുടെ മുൻപിലും അതുപോലെ തന്നെ അവരുടെ വലതുഭാഗങ്ങളിലും പ്രകാശമുണ്ടായിരിക്കും. അവരോട് പറയും, ബുഷ്റാക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണുള്ളത്. ബുഷ്റാക്കുമുൽ യൗമ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഇതാ ഈ പാലം അങ്ങ് കടന്നാൽ ഇതിനപ്പുറത്തുള്ളത് സ്വർഗങ്ങളാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അതിലെ കൊട്ടാരങ്ങളുടെയും വൃക്ഷങ്ങളുടെയും താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. അത് നിങ്ങളെ കാത്തിരിക്കുന്നു. ഖാലിദീന ഫീഹ, കാലങ്ങളോളം അവസാനമില്ലാതെ അവിടെ താമസിക്കാം. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാകുന്നു യഥാർത്ഥത്തിലുള്ള മഹത്തരമായ വിജയം. എന്താ അല്ലാഹു പറയുന്നത്? യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും. ആ ദിവസത്തിൽ മുനാഫിഖുകൾ, അവരിലെ പുരുഷന്മാരും സ്ത്രീകളും, അവർ മുഅ്മിനീങ്ങളോട് പറയും, ഉൻദുറൂന, ഇവർ പ്രകാശമായിട്ട് മുന്നിൽ നടന്നു പോവാണ്. അവർ പറയും, നിങ്ങൾ പതുക്കെ നടക്കും. ഉൻദുറൂന, വേഗത്തിൽ പോകരുത്. ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചം കണ്ടുകൊണ്ട് ഇരുട്ടത്താണ്,
പാലമാകട്ടെ ഇത്രയും നേരിയതാണ്. നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾക്കും കുറച്ച് വെളിച്ചം തന്നാലും. നഖ്തബിസ് മിൻ നൂരിക്കും ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറ. അവരോട് പറയപ്പെടും, തിരിച്ചു പുറകിലോട്ട് തന്നെ പോയി നോക്കും, അവിടെ വല്ല പ്രകാശവും കിട്ടുമെങ്കിൽ എടുത്തോളും. ഫദുരിബ ബൈനഹും ബിസൂറിൻ ലഹു ബാബ്. അങ്ങനെ അവർക്കിടയിൽ ഒരു മതിൽ കൊണ്ട് മറയിടപ്പെടുന്നതാണ്. അതിനൊരു വാതിലുണ്ടായിരിക്കും. അതായത് സിറാത്തിൻ്റെ അപ്പുറം, സിറാത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നുള്ളതൊരു വാതിലുണ്ട് ഇതിനപ്പുറത്ത്. ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അതിൻ്റെ ഉൾഭാഗത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അതിൻ്റെ പുറംഭാഗത്താകട്ടെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷയാണ്. യുനാദൂനഹും, മുനാഫിക്കുകൾ അവർ വിളിച്ചു ചോദിക്കും മുഅ്മിനീങ്ങളോട്, അലം നകും മഅക്കും, ഞങ്ങളും നിങ്ങളോടൊപ്പമായിരുന്നില്ലേ? ഖാലു ബല, അവർ പറയും അല്ല, അങ്ങനെ ആയിരുന്നില്ല. വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും. നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു ഒരു കാലത്ത്, പക്ഷേ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? വലാകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ ഫിത്നകളിൽ അകപ്പെടുത്തി, കുഫർ സ്വീകരിച്ചു അല്ലെങ്കിൽ തിന്മകളിൽ അകപ്പെടുത്തി. വതറബ്ബസ്തും വർതബ്തും, നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ സംശയത്തിലായി. വഗറത്കുമുൽ അമാനി, പകൽ കിനാവുകൾ നിങ്ങളെ വഞ്ചിച്ച് കളഞ്ഞു. എന്താ ഈ പകൽ കിനാവ്? എന്താ പകൽ കിനാവ്? പകൽ കിനാവ് സലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദുള്ള ചില ആളുകളെങ്കിലും പിടികൂടുന്ന കാര്യമാണിത്. ഒരു കാലം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ തൗഹീദ് മതി എന്ന ചിന്തയിൽ തിന്മകൾ പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരു വിലയും കൊടുക്കാതിരിക്കുക, എന്നിട്ട് പറയും ഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തുതരും. ഈ പകൽ കിനാവുമായി നടക്കുക. പരലോകം അങ്ങനെയല്ല. ആരെങ്കിലും തിന്മയായി വന്നാൽ അതിൻ്റെ ശിക്ഷ അവിടെ ഉണ്ട്. ആരെങ്കിലും നന്മയായിട്ടാണ് വരുന്നതെങ്കിൽ അതിനവിടെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സഹോദര, അവിടേക്ക് തയ്യാറെടുപ്പോടുകൂടി പോവുക. വെറുതെ ചില പകൽ കിനാവുകൾ കൊണ്ട് പോകരുത്. വഗറത്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുന്നത് വരെ നിങ്ങൾ കുറേ സ്വപ്നങ്ങൾ കണ്ടു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അങ്ങേറ്റത്തെ വഞ്ചകനായ പിശാച് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വഞ്ചനയിലാക്കി കളഞ്ഞു. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദ്യ, ഇന്ന് നിങ്ങളിൽ നിന്ന് യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല. വലാ മിനല്ലദീന കഫറു, കാഫിരീങ്ങളിൽ നിന്നും അത് സ്വീകരിക്കുന്നതല്ല. മഅവാകുമുന്നാറു ഹിയ മൗലാക്കും വബിഅ്സൽ മസീർ, നിങ്ങളുടെ സങ്കേതം നരകമാണ്, അതാണ് ഇനി നിങ്ങൾക്ക് ഉള്ള ഭവനം. എത്ര മോശം സങ്കേതമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തഹ്രീമിൽ പറഞ്ഞു, യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനു മഅഹു. അള്ളാഹു പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ അപമാനിക്കുകയില്ല. അള്ളാഹു ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബഅസു ഇബാദക അല്ലാഹുമ്മ ലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അള്ളാഹുവെ, ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, നീ എന്നെ അപമാനിതനാക്കരുത്. സലഫുകളിൽ ചിലർ ദീനിൻ്റെ പേരിൽ ഉണ്ടായ ശത്രുക്കളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവെ, നിനക്ക് വേണ്ടി ഇന്ന ആൾക്കാരൊക്കെ ശത്രുക്കളാക്കി, നാളെ റബ്ബെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നിന്നെ ധിക്കരിച്ചവരോടൊപ്പം എന്നെ ആക്കരുത്. അതിനേക്കാൾ വലിയ അപമാനം വേറെന്തല്ല. ഇവിടെ നീ പലരെയും ശത്രുവാക്കി, എന്ത് പേരിൽ? അള്ളാഹുവിൻ്റെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട്. നാളെ എത്തുമ്പോൾ അവരും നീ ഒരു സ്ഥലത്താവാന്ന് പറഞ്ഞാൽ എത്ര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ദുനിയാവും അവൻ്റെ പോയി, ആഖിറവും പോയി. അള്ളാഹു പറയുന്നു, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ പ്രകാശം അവരുടെ മുൻപിലും വലതുഭാഗത്തും ഉണ്ടായിരിക്കും. യഖൂലൂന, അവർ പറയും, റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവെ, നീ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണമേ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. എങ്ങനെയാണ് സിറാത്തിന് മുകളിലൂടെയുള്ള നടത്തമുണ്ടാവുക? അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിൻ്റെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ, അല്ലേ, മുൻപ് ഹദീസിൽ വന്നില്ലേ, കണങ്കാൽ വെളിവാക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യാൻ പറയും. അങ്ങനെ അവർ തല ഉയർത്തിക്കഴിഞ്ഞാൽ ഫയുഅതീഹിം നൂറഹും അലാ ഖദ്രി അമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് അവർക്ക് പ്രകാശം നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഈ പ്രകാശം കിട്ടാൻ എൻ്റെ ഹദീസിൽ ചിലതിൽ വന്നതുപോലെ സദഖ പ്രകാശമാണ്, നൂറാണ്. ഈ നൂറ് അധികരിപ്പിക്കുക. അതുപോലെ അതിക്രമം, ഹദീസിൽ വന്നതുപോലെ അദ്ദുൽമു ദുലുമാത്ത്, മറ്റുള്ളവരോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ഇരുട്ടുകളായിരിക്കുന്നതാണ്. ഇരുട്ടല്ല, മറിച്ച് ദുലുമാത്ത്, അട്ടിക്കട്ടിക്ക് ഇരുട്ടായിരിക്കും. അതിക്രമം ഒഴിവാക്കുക. അങ്ങനെ അവർക്ക് പ്രകാശം നൽകപ്പെടുന്നതാണ്. എങ്ങനെ? ബിഖദ്രി അമാലിഹിം. നമുക്ക് മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. പിന്നീടുള്ള തഫാദുൽ, ചില ആൾക്കാർ നരകത്തിൽ വീഴുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പദവികൾ നൽകപ്പെടുന്നത്, ഇതൊക്കെ അമലിൻ്റെ അടിസ്ഥാനത്തിലാണ്, സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ്. ഇത് അധികരിപ്പിക്കുക. സൽക്കർമ്മങ്ങൾ ഇവിടെയാണ് സഹായിക്കുന്നത്. ഫമിൻഹും മൻ യുഅതാ നൂറഹു മിസ്ലൽ ജബലിൽ അദീം, ചിലർക്ക് പർവ്വത സമാനമായ പ്രകാശം നൽകപ്പെടും. യസ്അ ബൈന യദൈഹി, അത് അവൻ്റെ മുൻപിലുണ്ടായിരിക്കും, നല്ല പ്രകാശമുള്ള അവസ്ഥയിലായിരിക്കും. വമിൻഹും മൻ യുഅതാ നൂറഹു അസ്ഗറ മിൻ ദാലിക്, ചിലർക്ക് അതിൽ കുറച്ചായിരിക്കും. വമിൻഹും മൻ യുഅതാ ഹത്താ യകൂന ആഖിറുഹും റജുലൻ യുഅതാ നൂറഹു അലാ ഇബ്ഹാമി ഖദമൈഹി, വേറെ ചില ആളുകൾ അവർക്ക് നൽകപ്പെടുന്ന പ്രകാശം അവരുടെ കാലിൻ്റെ തള്ളവിരലിൽ മാത്രം ഉണ്ടായിരിക്കും. അത്ര ചെറിയ പ്രകാശം നൽകപ്പെടുന്ന ആളുകൾ വരെ ഉണ്ടായിരിക്കും. യുദീ ഉമറത്തൻ വയുത്ഫ ഉമറ, അത് ആ പ്രകാശം ചിലപ്പോൾ തെളിയുകയും മറ്റു ചിലപ്പോൾ കെടുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവണമെങ്കിൽ സൂറത്തുൽ ബഖറയിലെ മുനാഫിക്കുകളുടെ ഉപമ വിവരിക്കുന്ന ആയത്ത് നോക്കിയാൽ മതി. ഇടിവെട്ടുന്ന സമയത്തുള്ള ആയത്ത് അത് നോക്കിയാൽ മതി. കുറച്ച് നടക്കും. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മനോഹരമായ വിശദീകരണമുണ്ട് ഈ സ്ഥലത്ത്. അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് അവൻ്റെ സിറാത്തിലുള്ള നടത്തം എങ്ങനെയായിരിക്കണമെന്ന് ഇപ്പോൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്ലാമിൽ അവൻ്റെ നടത്തം എങ്ങനെയാണ് എന്ന് അവൻ സ്വയം പരിശോധിച്ചാൽ മതി. സൽക്കർമ്മങ്ങളിൽ നീ എങ്ങനെയാണ്, സ്ഥിരതയുണ്ടോ അതിൽ? അതെല്ലാം കുറച്ച് ഇങ്ങനെ ചെയ്യും, പിന്നെ കുറച്ച് വീണ്ടും മോശമാവും, പിന്നെയും കുറച്ച് ചെയ്യും, പിന്നെ കുറേ മോശമാവും. ഇങ്ങനെയാണോ? അല്ല, നീ നന്മയിൽ തുടർച്ചയുണ്ടോ? നിനക്ക് സൽക്കർമ്മങ്ങളിൽ നീ ഉറച്ചു നിൽക്കുന്നു, അതിലുള്ള നിൻ്റെ ശക്തിയും ആവേശവും മുന്നോട്ടുള്ള ഗമനവും എത്ര ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നാളെ സ്വറാത്തിലുള്ള യാത്ര. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവനവൻ്റെ ഹൃദയം, അല്ലേ, സ്വന്തം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മതി. അവൻ്റെ ഹൃദയം സ്വയം പരിശോധിക്കുന്ന അവന് മതി. നിന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് പറഞ്ഞാൽ നിനക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് നൽകാൻ അർഹൻ നീയാണ്. അള്ളാഹു ഹൃദയം കിബ്റു കൊണ്ടും ഉജ്ബ് കൊണ്ടും സ്വന്തം മതിപ്പ് കൊണ്ടൊക്കെ മറച്ചിട്ടില്ലെങ്കിൽ അവനവൻ സ്വയം നോക്കിയാൽ മതി. ഇരിക്കുക, എന്നിട്ട് അമലുകൾ പരിശോധിക്കുക, ഇടയ്ക്ക് ഇരിക്കുക, സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നോട് ഇതൊക്കെ അപ്രതീക്ഷിതമായി പറയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നീ തന്നെ സ്വന്തത്തോട് ഇതൊക്കെ പറയുന്നതാണ്. സ്വയം നഫ്സിനോട് പറയുക. പരലോകത്തിൻ്റെ കാര്യത്തിൽ നഫ്സ് നിന്നെ വഞ്ചിക്കുന്ന എന്തൊരു ന്യായം പറഞ്ഞാൽ അതിനുള്ള മറുപടി നിൻ്റെ പക്കലുണ്ട്. നീ തിന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ നിനക്ക് 100 ന്യായങ്ങളുണ്ട്. ആലോചിക്കുക, അള്ളാഹുവിൻ്റെ മുൻപിൽ ഈ ന്യായം പറയാൻ പറ്റുമെന്ന് നന്നായി ആലോചിച്ച് നോക്കുക. അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അതിനോട് എങ്ങനെയുണ്ട്? തിന്മകൾ, അതിനുള്ള ഇസ്തിഗ്ഫാർ എങ്ങനെയുണ്ട്? സൽക്കർമ്മങ്ങൾ, അതിൻ്റെ അവസ്ഥ എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറുന യഹ്താജുൽ ഇസ്തിഗ്ഫാർ, നമ്മളിൽ പലരുടെയും ഇസ്തിഗ്ഫാർ ഈ രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തതിന് അള്ളാഹുവിനോട് വേറെ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ സ്ഥിതി. ഒരു താല്പര്യമില്ലാത്ത ഇസ്തിഗ്ഫാർ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ തിന്മ ചെയ്യുക, ഇസ്തിഗ്ഫാറുല്ലാഹ്, ഖലാസ്. പിന്നെ അവന് അതിനെക്കുറിച്ചൊരു പേടിയില്ല. അവൻ വിചാരിക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്തു തീർത്തുന്നാണ്. ആരെയാണ് അവൻ ധിക്കരിച്ചത്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ധിക്കരിച്ചത്. നിൻ്റെ കമ്പനിയിലെ മാനേജർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ പേടി എന്താണ്? നമ്മൾ ഈ നാട്ടിലാണ് താമസിക്കുന്നത്, ഇവിടെയുള്ള ഏതെങ്കിലും നിയമം തെറ്റിച്ചാൽ
എത്ര പേടിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ചെയ്തു നോക്കട്ടെ, ഒന്ന് തുനിഞ്ഞു നോക്കട്ടെ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, എക്സിറ്റ് അടിക്കുന്ന പേടിയാണ്. സ്വർഗത്തിൽ നിന്ന് എക്സിറ്റ് ആവുന്ന അവസ്ഥ ഒരാൾക്ക് എത്തുക എന്നുള്ളത് എത്ര ഭയാനകമാണ്. പക്ഷെ നമ്മൾ പേടിക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ശരിയായ രൂപത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ നമ്മളെ മാറ്റുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അങ്ങനെ സിറാത്തിൽ പ്രകാശം നൽകപ്പെടുന്നവരുണ്ടായിരിക്കും. എന്നിട്ട് അവരോട് പറയും, മുറു, നിങ്ങൾ നടക്കുക, സിറാത്തിലൂടെ നടക്കാൻ പറയും. ഫയമുറൂന അലാ ഖദ്രി നൂരിഹിം, തങ്ങളുടെ പ്രകാശത്തിൻ്റെ വലുപ്പം അനുസരിച്ചായിരിക്കും അവരുടെ നടത്തം. ഫമിൻഹും മൻ യമുറു കതർഫത്തിൽ ഐൻ, കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ അപ്പുറത്തെത്തുന്ന ആളുകളുണ്ട്. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ. കാരണം അവരുടെ സൽക്കർമ്മങ്ങൾ അതുപോലെയായിരുന്നു. ഏതൊരു സൽക്കർമ്മം മുന്നിൽ കണ്ടാലും കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ അവരതിലേക്ക് എത്തുമായിരുന്നു. അവർ മടിച്ചു നിൽക്കില്ലായിരുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അതവർ ചെയ്യുമായിരുന്നു. സൽക്കർമ്മങ്ങളിലേക്ക് അവർക്ക് വേഗതയുണ്ടായിരുന്നു. വമിൻഹും മൻ യമുറു കൽ ബർഖ്, വേറെ ചില ആളുകൾ മിന്നലിൻ്റെ വേഗത്തിലാണ്. വമിൻഹും മൻ യമുറു കസ്സഹാബ്, മേഘങ്ങളുടെ വേഗതയിൽ പോകുന്നവരുണ്ട്. വമിൻഹും മൻ യമുറു കർറിയഹ്, വേറെ ചില ആളുകൾ കാറ്റിൻ്റെ വേഗതയിലാണ്. വമിൻഹും മൻ യമുറു കഷദ്ദിൽ ഫറസ്, കുതിരയുടെ വേഗത്തിൽ പോകുന്ന ആളുകളുണ്ട്. വമിൻഹും മൻ യമുറു കഷദ്ദിർ റജുൽ, അതുപോലെ കാൽനട കഷദ്ദിർ റിജിൽ, കാൽനടയായി പോകുന്നവൻ്റെ വേഗത്തിലുള്ളവരുണ്ട്. ഹത്ത യമുറ അല്ലദി യുഅ്താ നൂറഹു അലാ ദഹ്രി ഖദമൈ, നേരത്തെ പറഞ്ഞ തൻ്റെ തള്ളവിരലിൽ മാത്രം പ്രകാശം നൽകപ്പെട്ടവൻ, അവൻ്റെ കാര്യം എന്താണ്? യജ്സു അലാ വജ്ഹിഹി വയദൈഹി വരിജ്ലൈഹി, അവൻ തൻ്റെ കയ്യിലും മുട്ടിലും കാലിലുമായി അതിൻ്റെ സിറാത്തിനു മുകളിലൂടെ മുട്ടിലിഴയുന്നതാണ്. തഖിറു യദുൻ വതഅലഖു യദുൻ, ചിലപ്പോൾ അവൻ്റെ ഒരു കൈ അതിൽ നിന്ന് പിടുത്തം വിട്ടു പോകും, വേറൊരു കൈ അവിടെ പിടിച്ചിട്ടുണ്ടാവും. വതഖിറു റിജ്ലുൻ വതഅലഖു റിജ്ലുൻ, ഒരു കാല് ചിലപ്പോൾ തെന്നി വീഴും, മറ്റൊരു കാല് അവിടെ കുടുങ്ങിക്കിടക്കും. വതുസീബു ജവാനിബഹു അന്നാർ, അവൻ്റെ ചില ഭാഗങ്ങളിൽ നരകത്തിൻ്റെ ചൂടേൽക്കും. ഫലാ യസാലു കദാലിക ഹത്താ യഖ്ലുസ്, ഈ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് അവസാനം അവൻ രക്ഷപ്പെടും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഫഇദാ ഖലസ വഖഫ അലൈഹ, അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, സിറാത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നുള്ളതിനാണ് ഖന്തറ എന്ന് പറയുന്നത്. സിറാത്ത് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഖന്തറ, സ്വർഗത്തിന് മുൻപുള്ള സ്ഥലം. അവിടെ അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ പറയും, അൽഹംദുലില്ലാഹ് ഫഖദ് ആതാനില്ലാഹു മാ ലം യുഅതി അഹദാ ഇദ് നജ്ജാനി മിൻഹാ ബഅദ ഇദ് റഅയ്തുഹാ. അൽഹംദുലില്ലാഹ്, ഒരാൾക്കും നൽകാത്തത് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു എന്നവൻ പറയും. അത് നരകം കണ്ടിട്ട് അവനെ എന്ന് കഴിച്ചിലായതാണ്. പറയും, ഒരാൾക്കും കിട്ടാത്തത് എനിക്കിതാ കിട്ടിയിരിക്കുന്നു. സിറാത്തിലൂടെ ആദ്യമായി പോകുന്നത് ഈ ഉമ്മത്തായിരിക്കും. അതിൽ തന്നെ ആദ്യം പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്റബു സിറാത്തു ബൈന ദഹ്റാനൈ ജഹന്നം ഫഅകൂനു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി. സിറാത്ത് അത് നാട്ടപ്പെട്ട് കഴിഞ്ഞാൽ, നരകത്തിന് മുകളിൽ നാട്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനായിരിക്കും റസൂലുകളിൽ ആദ്യത്തെ റസൂൽ തൻ്റെ ഉമ്മത്തുമായി സിറാത്തിലൂടെ കടന്നു പോകുന്നത്. വലാ യതകല്ലമു യൗമഇദിൻ അഹദുൻ ഇല്ല റുസുൽ, അന്നേ ദിവസം അള്ളാഹുവിൻ്റെ റസൂലുകളല്ലാതെ മറ്റൊരാളും സംസാരിക്കുകയില്ല. വകലാമുർ റുസുലി യൗമഇദിൻ അല്ലാഹുമ്മ സല്ലിം സല്ലിം, റസൂലുകൾ എന്ന് പറയുന്ന വാക്ക് എന്തായിരിക്കും? അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അള്ളാഹു ഇവരെ രക്ഷപ്പെടുത്തണമെന്ന് തൻ്റെ ഉമ്മത്തിന് വേണ്ടി ഒരു ദുആ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞതുപോലെ സിറാത്ത് കഴിഞ്ഞാലാണ് ഖന്തറയുള്ളത്. ഖന്തറയിലെത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവൻ രക്ഷപ്പെട്ടു. ഖന്തറയിൽ ഒരാൾ പ്രവേശിച്ചാൽ പിന്നെ അയാൾ നരകത്തിലേക്കില്ല. സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുന്ന ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നതുപോലെ മുസ്ലിമീങ്ങൾ
3 തരക്കാരായിരിക്കുമെന്നാണ്. നരകത്തിൽ പോകുന്ന സമയത്ത് സിറാത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങൾ 3 തരക്കാരായിരിക്കും. ഒന്ന് നാജിൻ മുസല്ലം, ഒന്നാമത്തെയാൾ രക്ഷപ്പെട്ടു പോകുന്നയാൾ, ഒരു അപകടവും ബാധിക്കാതെ രക്ഷപ്പെട്ടു പോകുന്നത്. അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം മഖ്ദൂഷ്, സിറാത്തിൻ്റെ വശങ്ങളിലുള്ള കൊളുത്തുകളേറ്റ് മുറിവേൽക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം നരകത്തിലേക്ക് വലിച്ചിടപ്പെടുന്ന ആളുകളാണ്. അവരിൽ ആ പറഞ്ഞ ആളുകൾ അവരാണ് അവരുടെ തിന്മകൾക്കുള്ള ശിക്ഷ നരകത്തിൽ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പിന്നീട് പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ 3 തരക്കാരാണ്. ഒന്ന്, ഒരു പ്രയാസം ബാധിക്കാത്തവർ. 2, ഈ കൊളുത്തുകളിൽ നിന്ന് മുറിവേൽക്കുന്നവർ. 3, നരകത്തിലേക്ക് വീഴുന്നവർ. അള്ളാഹു അതിൽ അവസാനത്തെ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ-ഖുദരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, യഖ്ലുസുൽ മുഅ്മിനൂന മിനന്നാർ, മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഫയുഹ്ബസൂന അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നതി വന്നാർ, എന്നിട്ട് സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഖന്തറയിൽ അവരെ പിടിച്ചു നിർത്തുന്നവരാണ്. ഫയുഖസ്സു ലിബഅദിഹി മിൻ ബഅദിൻ മദാലിമു കാനത് ബൈനഹും ഫിദ്ദുനിയ, അങ്ങനെ ദുനിയാവിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മദാലിമുകൾ, എന്തെങ്കിലും ബാധ്യതകളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ വെച്ച് തീർക്കുന്നതാണ്. ഇത് ഒരിക്കലും ഹിസാബിൻ്റെ വേളയിലുള്ള രൂപത്തിലല്ല. ഹിസാബിൻ്റെ വേളയിൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നടക്കുന്നത് രക്ഷപ്പെട്ടു പോയ ആളുകൾ അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ചില മദ്ലമത്തുകളുണ്ട്, അതിക്രമങ്ങളുണ്ട്. ചില ആൾക്കാർ അടിച്ചിട്ടുണ്ടാവും, ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തതുണ്ടായിരിക്കും. അത് അവരുടെ ഹൃദയത്തിൽ ബാക്കിയാകാത്ത രൂപത്തിൽ പരസ്പരം ഈ അതിക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ നീതി നടപ്പിലാക്കപ്പെടുന്നതാണ്. ഹത്ത ഇദാ ഹുസ്സിബു വനുഖു, അങ്ങനെ അവർ ശുദ്ധീകരിക്കപ്പെട്ടാൽ ഉദിന ലഹും ഫീ ദുഖൂലിൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകപ്പെടും. അതിനുശേഷം, കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ യാതൊരു നിലക്കുമുള്ള ഗില്ല് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ പരസ്പരമുള്ള ഒരു വിദ്വേഷവും ഇല്ലാത്ത രൂപത്തിലാണ് സ്വർഗത്തിലേക്ക് കയറാൻ. അതിനുവേണ്ടിയാണ് ഈ ഖന്തറയിൽ വെച്ച് പരസ്പരം എല്ലാ മദാലിമുകളും പരിഹരിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഅഹദുക്കും അഹ്ദാ ബിമൻസിലിഹി ഫിൽ ജന്നതി മിൻഹു ബിമൻസിലിഹി കാന ഫിദ് ദുനിയ. ദുനിയാവിൽ ഒരാൾക്ക് തൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയുന്നതിനേക്കാൾ അന്ത്യനാളിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും അവൻ്റെ സ്വർഗത്തിലുള്ള ഭവനത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ഇവിടെ ദുനിയാവിലെ വീട്ടിൽ പോകുന്ന വഴി അറിയുന്നതിനേക്കാൾ അവന് തൻ്റെ സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ് എന്നത് അതിനേക്കാൾ അറിവുണ്ട്. അത്ര വ്യക്തമായി അവൻ അറിയുന്നുണ്ടായിരിക്കും എവിടെയൊക്കെ പോകേണ്ടത്. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ്. ഇതാണ് സ്വർഗനരകങ്ങൾ അതിലേക്ക് എത്തുന്നതിന് മുൻപ് വരെയുള്ള കാര്യങ്ങൾ. ഇതിന് ശേഷമാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിശേഷണങ്ങൾ ഇൻഷാ അള്ളാഹ് വിവരിക്കാനുള്ളത്. അടുത്ത ദർശകൾ നമുക്ക് അതിനെക്കുറിച്ച് വിവരിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പഠിച്ചത് നമുക്ക് ഉപകരിക്കുന്ന വിജ്ഞാനമാക്കി നിശ്ചയിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ وزدنا علما. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم اغفر لنا ذنوبنا كلها دقها وجلها صغيرها وكبيرها. اللهم إنا نسألك الجنة وما قرب إليها من قولنا وعمل. اللهم إنا نسألك الجنة وما قرب إليها من قولنا وعمل. اللهم إنا نسألك الجنة وما قرب إليها من قولنا وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قولنا وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول أو عمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول أو عمل. وهذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك.